ഞാനിത് ഫുൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി റെക്കോർഡ് ചെയ്യുമ്പോൾ കുറേ സീറ്റുകൾ വേക്കൻറ്റ്, ഇടയിലിടയിൽ വേക്കൻറ്റ്. ഈ ക്ലാസ്സുകൾക്കൊരു ക്രമം വേണം എന്ന് പറയും. ക്രമം എന്നാൽ ഇംഗ്ലീഷിൽ ഓർഡർ എന്നാണ് അർത്ഥം. ഓർഡർ ആയിട്ട് വെക്കുക എന്ന് പറയാം, ഇല്ലേ? ക്രമമല്ലാത്തതിന് എന്താ പറയാ? അക്രമം എന്നാ പറയാ. ഈ ക്ലാസ് ഒരു അക്രമമാണ്. അതുകൊണ്ട് 10 ചെയർ മാത്രം വെച്ച് ബാക്കി ചെയറുകൾ അങ്ങോട്ട് റിമൂവ് ചെയ്യാം. അപ്പൊ സെന്ററിൽ ഫോക്കസ്ഡ് ആവും, ഡെൻസിഫൈഡ് ആവും. ഈ സീറ്റ് മുതൽ 10 എണ്ണ, ബാക്കിയുള്ളത് യു വെക്കേറ്റ്, റിമൂവ് ദ ചെയർ, കീപ് ഇറ്റ് ഇൻ ദ കോർണർ. ഞാൻ ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇതെന്റെ സ്ഥിരം പ്രോഗ്രാമാണ്. കമന്റ് സിറ്റ് ഹിയർ, റിമൂവ് ദ ചെയർ ആൻഡ് കമന്റ് സിറ്റ് ഹിയർ. എന്ത് ഭംഗി ഉണ്ടാവും ഫ്രണ്ടിൽ. നല്ല ഭംഗിയുള്ളവരൊക്കെ മുമ്പിൽ വന്നിരിക്കുക, ഭംഗിയില്ലാത്തവരൊക്കെ പീച്ചെ ബാക്കോട്ട് പോകും. റൈറ്റ്? ആ ചെയർ അങ്ങോട്ട് പോയി പുട്ട് സ്റ്റാക്ക് ഇട്ട് അവിടെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് എക്സാക്ട് ബാക്ക്. ഇയാളോ അദ്ദേഹം എന്നിട്ടോ നിങ്ങൾ ഇവിടെ ഒരു സീറ്റിന്റെ കൂടെ കമന്റ് സിറ്റ് ഹിയർ. ആ ചെയർ മാറ്റി ഡെൻസിഫൈഡ് ആയിട്ടിരിക്കുമ്പോ എന്ത് രസമായിരിക്കും ക്ലാസ്. ആണല്ലോ? യെസ്, ഇവിടെ ഒരു ചെയർ ഉണ്ട് വേക്കന്റ്. കമന്റ് സിറ്റ് ഹിയർ, സംബഡി ക്യാൻ കം. നിങ്ങളുടെ മുന്നിൽ ഒരു വേക്കന്റ് ചെയർ ഉണ്ടാവരുത്, അതാണ് റൂൾ. അടുത്ത ആൾ ഇങ്ങനെ മാറ്റിയിരുത്താം. ഇനി ആരെങ്കിലും വന്ന സൈഡിൽ ചെയർ ഇട്ടുണ്ട്, നോ വേക്കന്റ് ചെയർ ഇൻ ബിറ്റ്വീൻ. ഇടയിൽ പോണെന്നുള്ളവർക്ക് ബാക്കിൽ ഇരിക്കാം, നോ പ്രോബ്ലം. റൈറ്റ്? മോനിപ്പുറത്തുണ്ട്, സിറ്റ്. ഇറ്റ്സ് ഗുഡ്. കമന്റ് സിറ്റ്. ആ ബാക്കിൽ ഇരിക്കുന്നവർ കമന്റ് സിറ്റ്. ക്ലാസ് ഡെൻസിഫൈഡ് ആവണം, അല്ലേ? ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ അല്ലാന്ന് വിചാരിക്കൂ. ഞാൻ യൂട്യൂബിലിട്ട അപ്പൊ എന്റെ പിള്ളേർ ചോദിക്കും, ഇപ്പൊ എന്താ പറ്റിയ, പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പൊ മോശമായോ എന്ന് ചോദിക്കും. ഓക്കെ, ഏതായാലും ഇരിങ്ങാലക്കുടയിൽ ഒരു പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ കണ്ണൂരിൽ പോകാനിരുന്നതാണ്. ഞാൻ വരുന്ന സമയത്ത് ഫാദർ പറഞ്ഞൊരു കൺസെപ്റ്റാണ് കണ്ണൂരിൽ 3 ദിവസത്തെ ഒരു ക്യാമ്പ്. ഒരു പഴയ തറവാടുണ്ട്, 10-200 വർഷം പഴക്കമുള്ള. അവിടെ കുറേ കുട്ടികളൊന്നും താമസിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന്. 40 കുട്ടികൾക്ക് താമസിക്കാനുള്ള ചെറിയൊരു വീടാണ്, പഴയ വീടാണ്, 10-200 വർഷം. ഗൾഫിലുള്ള കുട്ടികളാണ് മിക്കവാറും വരിക, കാരണം ഞാൻ ഗൾഫിൽ ഇങ്ങനെ യാത്രയ്ക്ക് പോകും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെയാണ് അവർക്ക് ഹോളിഡേ. അവർ നാട്ടിൽ വരുമ്പോൾ ഇവിടെ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ സ്കൂളിലൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ്, എല്ലാ ഗൾഫിലുള്ള എല്ലാ ഇന്ത്യൻ സ്കൂൾസിലെയും എല്ലാ പ്രിൻസിപ്പൽമാരുടെയും ടീച്ചറാണ്, എല്ലാ ടീച്ചേഴ്സിന്റെയും ടീച്ചറാണ്. കുവൈത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ 17 സ്കൂൾസിൽ, ഓരോ സ്കൂൾസിൽ പോകുമ്പോൾ ടീച്ചേഴ്സിന് ക്ലാസ് ആയതുകൊണ്ട് ആ സ്കൂളിന് ഹോളിഡേ ആണ്. അങ്ങനെ കുവൈത്തിൽ ആദ്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 17 ദിവസം ഓരോ സ്കൂളിന് ഹോളിഡേ കൊടുത്ത ആളാണ്. അപ്പൊ ക്ലാസ് ആണ് എന്റെ ലക്ഷ്യം. എന്റെ പേര് TPS എന്നാണ്, ടീച്ചേഴ്സ് പാരന്റ്സ് സ്റ്റുഡൻസ് എന്നാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഫാദർ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ബുക്ക് ലൈഫ് മെയ്ഡ് സിമ്പിൾ, LIFE, ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ് എന്നാണ്. നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇരിങ്ങാലക്കുടയിൽ ഇത്രയും ദുഃഖിതരായാലും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ? ഇത് കഷ്ടമാണ് ജീവിതം. എങ്ങനെ ഉണ്ടോ ജീവിതം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാ ഇങ്ങനെ പോണെന്നാണ്. നമ്മൾ പണി നിർത്തിക്കൂടെ, എന്തിനാ ഇങ്ങനെ പോകണമെന്ന് ചോദിക്കും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? ആർ യു നോട്ട് എൻജോയ്? വാഴ സിനിമ ഉണ്ടോ? അദ്ദേഹം പോലും കണ്ടിട്ടില്ല. ഒരു വ്യക്തി ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്റെ ജീവിതം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. ചോദിച്ചു, സിഗരറ്റ് കുടിക്കുക ചോദിച്ചു, ഇല്ല. കള്ളു കുടിക്കുക ചോദിച്ചു, ഇല്ല. സിനിമ കാണോ, ഇല്ല. ഗെയിംസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെന്തിനോടോ താൻ ജീവിക്കുന്നത്? പെട്ടെന്ന് ചത്തോടെ. യു ഷുഡ് എൻജോയ് ലൈഫ്. കേരളത്തിൽ ഇല്ലാത്തത് എന്റെ ഗുരു ചെറുപ്പക്കാരനാണ്. ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിന്റെ കീഴിലാണ് ഞാൻ വേദം പഠിച്ചത്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ഭൂമിയുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് തെക്കോട്ടെടുക്കുമ്പോഴത്തേക്കും, തെക്കോട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വേറെ അർത്ഥമുണ്ട് അല്ലേ? തെക്കോട്ടെടുക്കുമ്പോഴത്തേക്കും സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരും, ജിയോഗ്രഫി പോലെയാണ്. കേരളത്തിലുള്ളവർക്ക് എങ്ങനെയാണ്? ഞാൻ കൽക്കട്ടയിലായിരുന്നു, അതിനു മുമ്പ് അഹമ്മദാബാദിലായിരുന്നു. ഈ ഒരാഴ്ചയിൽ അഹമ്മദാബാദും കൽക്കട്ടയും, ഇല്ലേ? അവിടെ പോയിട്ട് നമ്മൾ അവരോട് ചോദിക്കുക എങ്ങനെയുണ്ട് ജീവിതം എന്ന്. മലയാളത്തിലല്ല,
ബാലു വാച്ചയെന്ന് ചോദിക്കാം. ഇവിടെയൊക്കെ കുറെ ബംഗാളികളില്ലേ, ഉണ്ടോ ഇല്ലയോ? അവരോട് നിങ്ങൾക്ക് എളുപ്പം ചോദിക്കാൻ പറ്റിയ സംഭവം എന്താ അറിയോ? ബാലു വാച്ച്. എന്താണ് അവർ ഇങ്ങോട്ട് ബാലു വാച്ച എന്നാ പറയാ, പക്ഷെ അവിടെ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെയാ പറയാം. ചോദിക്കാം നമ്മൾ സുഖാണോ എന്ന് ചോദിക്കില്ലേ, സുഖം തന്നെ അല്ലേ എന്ന് ചോദിക്കില്ലേ, അല്ലേ? അങ്ങനെ ചോദിക്കുന്നതിന് ചോദിക്കേണ്ടത് ക്യാമാനച്ച എന്നാണ്. എങ്ങനെയുണ്ടോ അപ്പൊ അയാൾ ബാലു വാച്ച ഹാപ്പിയാന്നാ പറയാ. ഇവിടെ ഹാപ്പി എന്ന് പറയാറുണ്ടോ ആരെങ്കിലും? ഇല്ല. ഗുജറാത്തിലും മജേ മേച്ച് എന്നാ പറയാ. അവരെന്താ പറയാ? മജ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, സന്തോഷമുള്ളവർ. ഇവിടെയോ? എപ്പോഴാ ഭംഗി ഉണ്ടാവുക? ചിരിക്കുമ്പോഴാണോ കരയുമ്പോഴാണോ? ഒക്കെ യൂട്യൂബിൽ പോവും. മക്കളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അമ്മ ചോദിക്കുക എങ്ങനെയുണ്ടോ ജീവിതം? ഇങ്ങനെ പോണു. അത് കേൾക്കാനാണോ വിവാഹം കഴിച്ചു കൊടുക്കണത്? ആണോ? വിവാഹത്തിന് എന്താ പറയാ ഇവിടെ നമ്മള്? വിവാഹം എന്ന വാക്ക് വളരെ റയറായിട്ടല്ലേ ഉപയോഗിക്കും. എന്താ പറയാ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക്? എന്താ കല്യാണം എന്ന് പറഞ്ഞ അർത്ഥം? സന്തോഷം എന്നാണ്. കല്യാണം കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതുകൊണ്ടാ ഇങ്ങനെയാണ് കോമൺ ആയിട്ട് പറഞ്ഞ കല്യാണം കഴിഞ്ഞു ആണോ അല്ലയോ? കല്യാണം കഴിയണോ? ഏയ്, തമിഴ് വാക്കാണ് കല്യാണം. തമിഴില് കല്യാണത്തിൽ ഇരിക്കരുത് എന്ന് പറയാം. എന്താണ്? ഞാൻ കല്യാണത്തിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ട് അച്ഛന്റെയും എന്താ പേര് പറഞ്ഞ ദിലീപ് ജിയുടെയും രണ്ട് ക്ലാസ്സും കേട്ട സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും പറയാനില്ല. ഞാൻ കയറി വരുമ്പോ പറഞ്ഞത് ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. എൻ്റെ ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ സ്കൂൾ സമ്പ്രദായം തന്നെ പൊളിയാണ്, മഹാവിഡിത്താണ്, പമ്പര യൂസ്ലെസ് ആണ്. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ എന്തുകൊണ്ടാണ് അക്കാഡമിക്സിൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിട്ട് ഞാൻ റോയിലായിരുന്നു. റോ എന്ന് പറഞ്ഞാൽ അറിയോ? മിലിറ്ററി ഇന്റലിജൻസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. ആ ഓഫീസ് വിട്ടിട്ട് ഞാൻ വന്നത് എന്നെ 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയായിട്ട് ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 27 കുട്ടികളിൽ ഒരാൾക്കും എന്നെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. 27ാമത്തെ റാങ്ക് കിട്ടും സ്ഥിരമായിട്ട്. അത് വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുത്തില്ല. കുറേ എക്സാംസ് നടത്തും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളായിരുന്നു, ടാഗോർ വിദ്യാനികേതൻ. അന്ന് ഏറ്റവും നല്ല എഇഒ ഡിഇഒ ഒക്കെയാണ് ഞങ്ങളുടെ മാത്സും ഫിസിക്സും മാഷാക്കിയിട്ട് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഓഫീസർ ഏറ്റവും നല്ല മാഷാണെങ്കിൽ അയാളെ മാഷായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റ് സ്കൂളാണ്. ഇന്നത് പൊളിഞ്ഞു. അന്ന് ആ ഒരു സമ്പ്രദായം തുടങ്ങിയ കാലത്ത് അബദ്ധവശാൽ എനിക്ക് അഡ്മിഷൻ കിട്ടിപ്പോയത്. എല്ലാ വിഷയത്തിലും തോറ്റു. സാധാരണ പ്രിൻസിപ്പളും ഡയറക്ടറൊക്കെ ചെയ്യുക അസംബ്ലിയിൽ വിളിച്ചുകൊണ്ടിട്ട് എന്നെ നിർത്തിയിട്ട് പറയും ലോകത്തിലെ ഏറ്റവും മോശം കുട്ടി ഇവനാണ്. അങ്ങനെ പരിഹസിച്ചു വിട്ടിട്ടുണ്ട്. അതേ സ്കൂളിൽ A+ കിട്ടിയ എല്ലാ കുട്ടികൾക്കും അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അല്ലേ? ഞാൻ തീരുമാനിച്ചു ഒരിക്കലും ഒരു കുട്ടിയെയും മോശമായിട്ട് ബ്രാൻഡ് ചെയ്യരുത്. അത് പറയാൻ വേണ്ടി മാത്രം നടക്കുന്നതാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഫെയിലിയർ എന്ന് പറഞ്ഞ വാക്കില്ലേ, വലിയൊരു സംഭവമാണ്. അതാണ് വേണ്ടത്. പക്ഷെ ഞാൻ നല്ല കുട്ടിയായിരുന്നു. നല്ല കുട്ടിയായിരുന്നു പറഞ്ഞാൽ അമ്മ എപ്പോഴും തലയിൽ കൈവച്ചിട്ട് പറയായിരുന്നു. എന്താ പറയാ അറിയോ? എൻ്റെ അമ്മ 3ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ആളാണ്. അച്ഛൻ 4 വയസ്സുള്ളപ്പോൾ മരിച്ചാണ്. വിദ്യാഭ്യാസം ഒന്നും സ്കൂളിൽ പോയിട്ടേ ഇല്ല, എഴുതാൻ പോലും അറിയില്ല അച്ഛൻ. ആ അമ്മ എപ്പോഴും തലയിൽ കൈവച്ചിട്ട് പറയാം, മോനെ നീ നാളെ നന്നാവുന്നു എന്ന് ഏറ്റു പറഞ്ഞേ. എല്ലാ അമ്മമാരും പറയണം. എന്താ പറയേണ്ടത്? മോനെ മോളെ നീ നാളെ നന്നാവുന്നു. അതിന്റെ അർത്ഥം എനിക്ക് അന്ന് മനസ്സിലായില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്താ ഇൻഡയറക്റ്റ് അർത്ഥം? ഇന്ന് നീ നല്ലതല്ല. നാളെ നന്നാവും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ടുഡേ യു ആർ നോട്ട് ഗുഡ് എന്നാണ്, അല്ലേ? ഞാൻ ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ മാസ്റ്ററാണ്. എന്തെങ്കിലും ചെറിയ അംശങ്ങൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്. ദാറ്റ്സ് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ബുക്ക് ഇൻ ദിസ് വേൾഡ്. 195 രാജ്യങ്ങളിലും ശിഷ്യന്മാരുള്ള സ്വാമി രാമ ശങ്കരാചാര്യത്തിന്റെ മഠമാണ് പോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അതുപോലെ ഹിന്ദുക്കൾക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത് ശങ്കരാചാര്യം അധിപനാണ്. അത് വിട്ടെറിഞ്ഞിട്ട്
സൈലന്റ് ആയിട്ട് പോയിരുന്ന ആളാണ് എൻ്റെ ഗുരു. എനിക്കതൊന്നും താല്പര്യമില്ല, അത്തരം ഡെക്കറേഷൻസ് ഒന്നുമല്ല എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ഋഷികേശിലും ഹരിദ്വാറിലും ആശ്രമമുള്ള ഒരാളാണ്. അത് പഠിപ്പിക്കുന്ന ഒരാളാണ്. ഐ എം എ ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ മാസ്റ്റർ. യുണൈറ്റഡ് നേഷൻസിന്റെ യോഗ കമ്മ്യൂണിറ്റിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ് UN-ൽ. കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ ഭഗവത്ഗീത യുണൈറ്റഡ് നേഷൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട്. ഞാൻ ഇതുവരെ ഒരാളെയും പഠിപ്പിക്കാത്ത ഒരു സംഭവമാണ് മെഡിറ്റേഷൻ. ഞാൻ ആരാണ്? മെഡിറ്റേഷൻ മാസ്റ്റർ. പക്ഷെ ഇതുവരെ പഠിപ്പിക്കാത്തൊരു സംഭവം എന്താണ്? മെഡിറ്റേഷൻ. കാരണം അത് പഠിപ്പിക്കേണ്ടതല്ല, പഠിക്കേണ്ടതാണ്. ഏറ്റവും സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാ വിഷമങ്ങളും മാറി ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അമ്മയുടെ മടിത്തട്ടാണ്. ആണോ അല്ലയോ? യെസ് ഓർ നോ? അപ്പൊ ഏറ്റവും നല്ല മെഡിറ്റേഷൻ സെന്റർ ഏതാ? അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അവിടെ പോയി കിടന്നോളാൻ പറയും. അതാണ് മെഡിറ്റേഷൻ. മനസ്സിലായോ? ഇനി വല്ല കുട്ടികളും വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. സൈക്കോതെറാപ്പിസ്റ്റ്, ഐ എം MS in സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ്. കുറേ പ്രശ്നങ്ങൾ കിട്ടും എല്ലാ ദിവസവും, ആയിരക്കണക്കിന് മെസ്സേജുകൾ കിട്ടും. നിങ്ങളെല്ലാവരും നല്ല പിള്ളേരും അവരുടെ അച്ഛനും അമ്മയൊക്കെ അതിനേക്കാളും നല്ല അച്ഛനും അമ്മയാണ്. കാരണം ഒരാളും ഇവിടെ വന്നിട്ടുള്ളത് പഠിക്കാനല്ല. ആണോ? ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളവർ ആരെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരാണോ? അല്ല വെറുതെ സിനിമ കാണാൻ വന്നാണ്? നമ്മുടെ വീട്ടിൽ കാർഡ് തെളിയിക്കാൻ ഒരാളെ വിളിച്ചാൽ അവരെന്ത് കൊണ്ടുവരും? ആയുധം കൊണ്ടുവരുമല്ലോ ഇല്ലേ? കിളക്കാൻ വിളിച്ചാൽ അവർ ആയുധം കൊണ്ടുവരില്ലേ? പഠിക്കാൻ വിളിച്ചാൽ എന്ത് കൊണ്ടുവരണം ആയുധം? എന്നിട്ട് അത് എടുക്കാണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഇപ്പൊ പേനയും പേപ്പറും ഇല്ല. നമ്പർ 1. അച്ഛനും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് എല്ലാ നോട്ടും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് കീപ്പിംഗ് ദ ക്യാമറ ദർ, ഐ എം സീയിങ്. ഇത് 10 പ്രാവശ്യം കേൾക്കുന്നു. എന്താ അറിയോ? അദ്ദേഹം പാടിയിട്ടുള്ള പാട്ട് പഠിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് ഒന്നുകൂടി പാടിയോ, എന്നെ പഠിപ്പിക്കുമോ നിങ്ങൾ ചോദിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ നമ്പർ ചോദിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നാലെ നടന്നിട്ട് എനിക്ക് പഠിക്കണം എന്ന് പറയുമോ? പറയില്ല. അപ്പൊ എല്ലാ ക്ലാസ്സുകളും വെറുതെ ബ്ലാ ബ്ലാ ബ്ലാണ്. അത് കഴിഞ്ഞാൽ അത് കേൾക്കുകയില്ല. അങ്ങനെ ആവരുത്. അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 24. ഇന്നെന്താ ഡേറ്റ്? 24/12/21. ഞാൻ കമ്പ്യൂട്ടറാണ്. ഞാൻ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്തിട്ടുള്ള വസാഡ് ഓർ വിസാഡ് എന്നൊക്കെ പറയുന്ന ഒരു കമ്പ്യൂട്ടറിസ്റ്റ് ആണ്. ഓക്കെ, മേ ബി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ഒരാൾ ഡോക്ടർ TPS ആണ്. കാരണം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഐ വാസ് പാർട്ട് ഓഫ്. എന്റെ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. എല്ലാ കമ്പ്യൂട്ടർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഓർഡർ കൊടുക്കും. അങ്ങനെ മേടിക്കാൻ അധികാരമുള്ള ഒരാളായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ. മനസ്സിലായോ? ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ്, പക്ഷെ വിവരം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല. അപ്പൊ എല്ലാ കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് അമേരിക്കയില് ഇന്ത്യാന യൂണിവേഴ്സിറ്റി പരിസരത്ത് പഴയ കമ്പ്യൂട്ടർ ആണ് പറഞ്ഞു. ഞാൻ 1981 വർക്ക് ചെയ്ത കമ്പ്യൂട്ടറാണ്. അതിന് അവിടെ ഒരു മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട്. അന്ന് കമ്പ്യൂട്ടർ വലിയൊരു ഫ്രിഡ്ജിന്റെ വലുപ്പമാണ്. വാക്സ് 11/780 എന്നൊക്കെ പറയാം. ഫോർട്രാൻ 4 ഞാൻ വർക്ക് ചെയ്തത്. അതുകൊണ്ട് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ന്യൂറൽ നെറ്റ്വർക്ക്, വെർച്വൽ റിയാലിറ്റി, അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതേ സമയത്ത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ് നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നോട്ട് ഉണ്ടാക്കണം. ദർ മേ ബി 200 നോട്ട്സ് ചെയ്യാം. ഇപ്പം അച്ഛൻ ചോദിച്ചു എത്ര ബുക്ക് എഴുതുന്നത്. ഞാൻ ഇന്നിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കിന്റെ പേര് പറയട്ടെ. ഞാനും എൻ്റെ സ്റ്റുഡൻറ്റും കൂടി ചേർന്നിട്ടാണ് ബുക്ക് എഴുതുക. ഓക്കെ, അതിന്റെ ടൈറ്റിൽ ഞങ്ങൾ ഇങ്ങനെ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈറ്റിൽ ഞാൻ കൊടുത്ത ടൈറ്റിൽ ട്രാവൽ ട്രീറ്റ്സ് എന്നാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ സ്ഥലങ്ങൾ കാണും, അതിന്റെ ചരിത്രം എഴുതും. ഓക്കെ, അതുപോലെ ടാഗോറിന്റെ ജീവിച്ചിരുന്ന ബിൽഡിങ്ങിൽ പോയി, അത് കഴിഞ്ഞ് നേതാജിയുടെ അടുത്ത് പോയി. ഇവരൊക്കെ കൽക്കട്ടയുള്ള സ്ഥലമാണ്. ആ പഠിക്കുന്ന സമയത്ത് പണ്ട് പഠിച്ച ചരിത്രം പോയി കാണുക. ഫൈൻ, പണ്ട് പഠിച്ച ചരിത്രം എന്ത് ചെയ്യണം? പോയി കാണുക. ഡിസ്കവറിങ് ഇന്ത്യ എന്നാണ് അടുത്തൊരു പേര് ടൈറ്റിൽ ചെയ്ത്.
ട്രാവൽ ഡിലൈറ്റ്സ് എന്നാണ് അടുത്തൊരു ടൈറ്റിൽ. തീരുമാനിക്കും, അല്ലെ 3-4 ടൈറ്റിലുകൾ ഇങ്ങനെ മനസ്സിൽ കാണും. 10-40 പുസ്തകം എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്ത് എഴുതിയ 4 പുസ്തകം അച്ഛൻ തുടങ്ങിയ അല്ലെങ്കിൽ ഞാൻ കയറിയപ്പോൾ കേട്ടിട്ടുള്ള വാക്കാണ്. ഏജ് 3 to grade 3. ഞാൻ പറഞ്ഞല്ലോ വിദ്യാഭ്യാസം പൊളിയാണെന്ന്. 1 ഫീറ്റുള്ള സീറ്റിലാണ് സാധാരണ നഴ്സറി, LKG, UKG കുട്ടികളെ ഇരുത്താം. ആണോ അല്ലയോ? അതിലിരുന്നാൽ ആ കുട്ടിയുടെ കണ്ണ് ശരീരത്തിൽ ഇരുന്നാൽ കുട്ടിയുടെ കണ്ണിരിക്കുന്നത് 2 മുതൽ 2.5 ഫീറ്റ് ഹൈറ്റിലായിരിക്കും. അല്ലേ? അത്രയൊക്കെയല്ലേ ഉണ്ടാവും. ടീച്ചർ നിന്നാൽ ടീച്ചറുടെ ഏത് ഭാഗമാണ് കുട്ടി കാണുക? ഏത് ഭാഗമാണ് കാണുക? അത്രയും ഇൻട്രസ്റ്റിംഗ് ആണോ ആ കുട്ടിക്ക് ആ ഭാഗം കണ്ടുകൊണ്ടിരിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ? നമ്പർ 1. നമ്പർ 2, ഈ പഠിപ്പിക്കുന്ന ടീച്ചർ ഏറ്റവും കൂടുതൽ LKG, UKG, നഴ്സറി ക്ലാസ്സിൽ പറയുന്ന വാക്ക് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? കീപ് ക്വയറ്റ്. ആണോ അല്ലയോ? അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. ഒരു സ്ഥലത്ത് പോയാലും ഒരു ചോദ്യമില്ല. കാരണം എന്താ കേട്ടിട്ടുള്ളത്? കീപ് ക്വയറ്റ്. എന്നിട്ട് അവരെന്താ ചെയ്യണേ? ഷൗട്ടിങ്. കീപ് ക്വയറ്റ് എന്നുള്ളത് ഷൗട്ട് ചെയ്യാണ് ക്ലാസ്സിൽ. ആണോ അല്ലയോ? യു ഗീവ് മീ 300 ചിൽഡ്രൻ, 300 ആ പ്രായമുള്ള കുട്ടികളെ ഒരു പ്രാവശ്യം പോലും കീപ് ക്വയറ്റ് പറയാതെ 6 മണിക്കൂർ ഞാൻ വരുത്തില്ല. 6 മണിക്കൂർ വരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ഗ്യാരണ്ടി പറയുന്നത്? 8 പറ്റുമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല സമയത്തൊക്കെയാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചില കുട്ടികൾക്കൊക്കെ ഗമികടി ഉണ്ടാവും, ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. എത്ര എളുപ്പമാണെന്നറിയോ മക്കളെ എൻഗേജ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ എന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അമ്മൂമ്മമാരുടെ കൂടെ കുട്ടികൾ കളിക്കുമ്പോൾ അമ്മൂമ്മ നിന്നിട്ട് കുട്ടികൾ ഇരിക്കുകയാണോ ചെയ്യുക? എന്താ ചെയ്യാ? അമ്മൂമ്മ ഇരുന്നിട്ട് കുട്ടികൾ നിൽക്കല്ലേ ചെയ്യാം. അതുകൊണ്ട് എന്റെ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഗ്രാൻഡ്മ, ചൈൽഡ് കെയർ, ശിക്ഷ, ഗുരുകുലം. ഗ്രാൻഡ്മ, ചൈൽഡ് കെയർ, ശിക്ഷ, ഗുരുകുലം. നിങ്ങൾക്ക് ആർക്കും ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഓപ്പൺ സ്കൂൾ ഹോം സ്കൂളിംഗ് പ്രോഗ്രാം ആണ് ഇത്. ഇതിന്റെ ട്രെയിനിങ് ആണ് 24, 25, 26 തീയതികളിൽ എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ വന്നിട്ട് എൻ്റെ വീട്ടിൽ അതിന്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസത്തിൽ കുറെ മാറ്റം വേണം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു 100 ലെക്ചർ കൊടുത്തിട്ടുണ്ടാവും ഞാൻ പല യൂണിവേഴ്സിറ്റികളിലും. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏതാ? കേരളത്തില്. ഇന്ത്യയൊക്കെ അറിയാം, പക്ഷെ കേരളം അറിയില്ല. ഏതാ കേരളത്തില്? കോട്ടയം CMS കോളേജ്. ആ CMS കോളേജ് ഓട്ടോണമസ് കോളേജ് ആവുമ്പോൾ ടീച്ചേഴ്സിനെയും കുട്ടികളെയും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി താമസിച്ചിട്ടുള്ള ആളാണ്. 10 ദിവസമൊക്കെയാണ് അവിടെ താമസിച്ചിട്ട് ക്യാമ്പസ് ഫുൾ മാറ്റാണ്. ഇപ്പൊ അവിടുത്തെ ജോഷുവ പ്രിൻസിപ്പളായിട്ട് ഇപ്പൊ റിട്ടയർ ആയി മാറി. ആ ജോഷുവ എന്റെ സീനിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. ഇപ്പൊ എനിക്കറിയില്ല, ജോഷു ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെയാണ്. അവിടെ പഠിച്ചിട്ടുണ്ടോ? വണ്ടർഫുൾ. ഇത്ര നല്ല മാഷ അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മാഷ കാണാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ഞാൻ ജോഷിയുടെ ഒക്കെ വീട്ടിൽ പോയി താമസിക്കും. അവരുടെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ക്യാമ്പസിൽ തന്നെയാണ്. ആ ക്വാർട്ടേഴ്സിൽ കുറേ ദിവസം താമസിക്കാറുണ്ട്. ഇപ്പൊ കോട്ടയം CMS ഡോക്ടർ TPS നൽകിയ യു ക്യാൻ സീ മൈ ക്ലാസ്സസ്. ഓക്കെ. ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളും വെറുതെ കേട്ടിട്ട് കാര്യമില്ല, ഒന്നെങ്കിലും പഠിക്കും ജീവിതത്തിൽ. കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവരും കെമിസ്ട്രി നഴ്സറി റൈം എന്ന് പറഞ്ഞ യൂട്യൂബ് കാണും. ബ്യൂട്ടിഫുൾ നഴ്സറി റൈം, കംപ്ലീറ്റ് പീരിയോഡിക് ടേബിൾ യു ക്യാൻ ബൈ ഹാർട്ട്. കേട്ടിട്ടുണ്ടോ ഇതുവരെ? പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കെമിസ്ട്രി പഠിക്കുന്നവരൊക്കെ ഇല്ലേ? ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ നഴ്സറി റൈം വെച്ചിട്ട്? ഇല്ല. അപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും ഇത് ഉപയോഗിക്കുന്നതും ഒന്നും തെറ്റല്ല, പക്ഷെ എന്ത് കാണണം? മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസം മതി നിങ്ങൾക്ക് പഠിക്കാൻ. കംപ്ലീറ്റ് പീരിയോഡിക് ടേബിൾ ബൈ ഹാർട്ട് ആവും. ആ പീരിയോഡിക് ടേബിളിനനുസരിച്ചിട്ടുള്ള ഓരോ മെറ്റൽസിന്റെയും അപ്ലിക്കേഷൻ അടക്കം നമുക്ക് പഠിക്കാം. പാടാൻ പറ്റുമോ? അറിയോ? വർക്ക് ചെയ്യണ്ടോ? വായൊക്കെ കണ്ടമൊക്കെ? തെക്കു തെക്കു തിരുവനന്തപുരവും. ഉറക്കെ. ഇതൊരു ക്ലാസ് അല്ല, ഇതൊരു വർക്ക്ഷോപ്പ് ആക്കണം. വേണോ വേണ്ടയോ? ഇൻവോൾവ്. തെക്കു
തെക്കു തെക്കു തിരുവനന്തപുരവും കൊല്ലമാലപ്പുഴ കോട്ടയവും. അതിനിടയിൽ ഒരാൾ കേടി വന്നത് കുറച്ചു കാലത്തിന് ശേഷം, ഞാൻ ഈ കവിത എഴുതി പഠിച്ചതിന് ശേഷം. ഏതാ? ശബരിമലയുള്ള പത്തനംതിട്ടയും അഴകേറിയൊരു എറണാകുളം അരികത്തിടുക്കിയും അരിവിളയും പാലക്കാടും തൃശ്ശൂരും. ഒരു ശബ്ദമില്ല, നല്ല ഉറക്കം വരട്ടെ. വാഴ്സിറ്റിയുള്ള മലപ്പുറം ജില്ലയും. എന്തുകൊണ്ടാ വാഴ്സിറ്റി മലപ്പുറം ജില്ല എന്ന് പറയാൻ കാരണം? കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്നാണ് പേര്, പക്ഷെ അത് കോഴിക്കോടല്ല. ഈ പാട്ടിൽ ജെൻഡർ നോളജും കൂടി വരും, മനസ്സിലാണോ? വാഴ്സിറ്റിയുള്ള മലപ്പുറം ജില്ലയും കോഴിക്കോട്, വയനാട്, കണ്ണൂർ, അങ്ങ് വടക്കന്റെ കാസർഗോഡ്. ഇതേപോലെ തിരുപ്പതി ഉന്നത് ചിത്തൂരിലോ തെലുങ്കിലും എഴുതിയിട്ടുണ്ട്. അതിനിടയിലാണ് വഞ്ചിപ്പാട്ട് പറഞ്ഞത്. ആ വഞ്ചിപ്പാട്ട് കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് ബോട്ട് റേസ് കൊണ്ടുപോയ ആള് ഞാനാണ്. ഇവിടെ നിന്നുള്ള വലിയ ബോട്ട് 3 ലോറികൾ വെൽഡ് ചെയ്തിട്ട് ഹൈദരാബാദിൽ കൊണ്ടുപോയി 540 തുഴക്കാരെ കൊണ്ടുപോയി. അവര് തമ്മിൽ അടികൂടുമ്പോ അതില്ലാണ്ടാക്കാൻ 3 അച്ഛന്മാരെ കൊണ്ടുപോയി. കാരണം അവർക്ക് ഇവരെ പിടിച്ചു നിൽക്കാൻ പറ്റും. കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൊണ്ടുപോയി, കാരണം അവർ പറഞ്ഞ ഇവരെ കേൾക്കും. അങ്ങനെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് 2003 ഒക്ടോബർ 3 ഹൈദരാബാദിൽ. അന്ന് നമ്മുടെ വള്ളംകളി തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ പാടിപ്പിച്ചു. കുട്ടനാട് മാറ്റിയിട്ടില്ല. കുട്ടനാടൻ പുഞ്ചയിലെ ബാക്കി നിങ്ങൾ പാട്. ചിന്നമ്മായി മഞ്ചി വാളെ കൊട്ടുപാട്ടു കാവാലണ്ടി ആട്ടമൈന. തെലുങ്കിലെ കവിത എന്നാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞേ? ഭാഷയല്ല പ്രാധാന്യം. എന്താ പ്രാധാന്യം? എന്തിനാ ചെറിയ ക്ലാസ്സില് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പഠിപ്പിക്കണമെന്ന് അറിയോ? നാളെ നിങ്ങളെ കവികളാക്കാനാണ്. ഞാൻ പഠിച്ചിട്ടില്ല ഭാഗ്യവശാല്. കാരണം ആ സമയത്ത് L കിലോഗ്രാം U കിലോഗ്രാം ഒന്നുമില്ല, നേരെ 1ാം ക്ലാസ് ആണ്. ഇപ്പോഴാണ് L കിലോഗ്രാം U കിലോഗ്രാം M കിലോഗ്രാം. ഫൈൻ. ഇനി ആ പഠിപ്പിക്കുന്ന ടീച്ചർമാരോ? നിങ്ങൾ ആ ഗ്രൂപ്പിലല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്തിനാണ് പറഞ്ഞു വെച്ചാൽ ആ കാലം മുതൽ നമ്മൾ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെയാവുന്നത്. അത് മാറണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ലണ്ടൻ ബ്രിഡ്ജസ് ലണ്ടൻ ബ്രിഡ്ജ് എവിടെയാ? എവിടെയാ ലണ്ടൻ ബ്രിഡ്ജ്? ലണ്ടനില് ആണോ അല്ലയോ? ഈ കവിത എഴുതുന്ന സമയത്ത് അതിന് എന്ത് പറ്റിയിരുന്നു? ഇറ്റ് വാസ് ഫാളിംഗ് ഡൗൺ. കഴിഞ്ഞ 200 വർഷമായിട്ട് അത് ഫാളിംഗ് ഡൗൺ ആണ്. വീണോ ഇല്ലയോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ പഠിക്കുന്ന മണ്ടത്തിലാണ്? ലണ്ടൻ ബ്രിഡ്ജസ് ഫാളിംഗ് ഡൗൺ എന്ന് പഠിച്ചിട്ട് 200 വർഷം മുമ്പ് പഠിപ്പിച്ചു തുടങ്ങി അതേ സംഭവം ഇന്നും പഠിക്കുമ്പോ ഏതെങ്കിലും ഒരു മണ്ടൻ ടീച്ചർ ആലോചിക്കണ്ടേ ഇതെന്തേ ഇപ്പോഴും വീഴാത്ത? അത് വീണിരുന്നു. വീഴുന്നതിന് മുമ്പ് അമേരിക്കക്കാരത് പൊക്കിക്കൊണ്ടുപോയി അരിസോണയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പൊ ലണ്ടൻ ബ്രിഡ്ജ് എവിടെയാ? ഇംഗ്ലണ്ടിലല്ല, UK-ലല്ല, ലണ്ടനിലല്ല, തേംസിന് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യാനല്ല. ഈ കവിത എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലണ്ടൻ ബ്രിഡ്ജ് ഇപ്പൊ എവിടെയുള്ളത്? അതുകൊണ്ട് ലണ്ടൻ ബ്രിഡ്ജ് ഡോക്ടർ TPS. എന്റെ പേര് മറന്നുപോയത്, ഉറക്കത്തിൽ പോലും ഓർമ്മ വേണം. എന്താ? ഡോക്ടർ T, ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ്. ഇതിനു മുമ്പ് ചെയ്ത പണി പോലീസാണ്. അപ്പോ ടോപ്പ് പോലീസ് സർവീസ്. അതിന് മുമ്പ് ചെയ്ത പണി സയന്റിസ്റ്റ് ആണ്, ടെമ്പറേച്ചർ പ്രഷർ സെക്കൻഡ്. ഓക്കെ. എന്റെ PhD തെർമലാണ്. ഇപ്പൊ തെർമൽ പവർ സ്റ്റേഷൻ TPS. ഭാഗ്യവശാൽ അച്ഛനും അമ്മയൊക്കെയുള്ള പേര് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായി. Got it? എല്ലാം. കെമിസ്ട്രി ഡോക്ടർ TPS, ഫിസിക്സ് ഡോക്ടർ TPS, മലയാളം ഡോക്ടർ TPS. അടിച്ചു നോക്കുക. The way in which you have to learn has to be entirely different. പഠിക്കുന്ന വിധം തന്നെ മാറണം. ഇതെന്ത് പാടില്ല? എപ്പോഴെങ്കിലും നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത് വായിച്ചിട്ടുണ്ടോ? സത്യം പറയും. ഉണ്ടോ? എല്ലാവരും കൈപൊക്കിയ തലയിലൊക്കെ. എന്റെ ജന്മം തൊലഞ്ഞു പോയല്ലോ. ഇത് വായിക്കില്ല. ഇതെന്തിനാ എഴുതിയിരിക്കണേ? ആർക്ക് വേണ്ടിയാ എഴുതിയിരിക്കണേ? Most of them are not mineral waters.
പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ എന്നാണ്. അറിയോ? ഇതിന്റെ ക്യാപ്പ് എന്താ കളറ്? ചിലതിന്റെ കളർ എന്താ? ചിലതിന്റെ വേറെ കളർ എന്താ? വൈറ്റ്. വേറെ ബ്ലാക്ക് കണ്ടിട്ടുണ്ടോ? എന്താ ബ്ലാക്ക് കളറിന്റെ പ്രത്യേകത? ബ്ലാക്ക് ഷോസ് ഇറ്റ് ഈസ് ആൽക്കലൈൻ വാട്ടർ. ബിസ്ലേരി ഹാസ് ഗോട്ട് എ ഡിഫറെന്റ് കളർ, ഗ്രീൻ കളർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫ്ലേവേർഡ് വാട്ടർ. ഈ ക്യാപ്പിന്റെ കളർ നോക്കിയാൽ ആ വെള്ളത്തിന്റെ ഗുണം പറയാം. ഇത് പഠനമാണോ അല്ലയോ? നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അറിയുന്നതാണ് വിദ്യാഭ്യാസം. മനസ്സിലാവുന്നു? 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 7ാം ക്ലാസ് വരെ. അതുകൊണ്ട് എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു 7ാം ക്ലാസ് വരെ. എനിക്ക് എന്റെ ചുറ്റുമുള്ള എല്ലാ സംഭവം അറിയാം. കാരണം ചെറിയ പ്രായം മുതൽ അതെന്താ, ഇതെന്താ, അതെന്താ, ഇതെന്താന്ന് ചോദിക്കുമായിരുന്നു എല്ലാ കുട്ടികളും. മൂത്തവർ എന്ത് പറയാൻ തുടങ്ങി? മിണ്ടാണ്ടിരിക്കണം. കാരണം എന്താ? നമുക്ക് അതിന് ഉത്തരം അറിയില്ല. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അത് ഉത്തരം അറിയുന്നവരെ പിന്നാലെ പോയി പഠിച്ചിരുന്ന ആളാണ്. ഇന്നലെ എന്റെ കൂടെ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു. എന്റെ ബ്രദറിന്റെ സോഷ്യൽ സ്റ്റഡീസ് മാഷാണ്. ഈ എല്ലാ ക്ലാസ്സും കേൾക്കുമ്പോൾ എന്നിട്ട് പറയും, നീ എങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു? പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ ഏറ്റവും മോശം കുട്ടിയായിരുന്നു. കാരണം ഒരു സ്ഥലത്തും ഇരിക്കാനുള്ളൊരു ഇല്ല, ഓട്ടും. ഓരോ സ്ഥലത്തും പോകും. ഒരു കാർപ്പൻറ്റർ അടുത്ത് പോയാൽ എങ്ങനെയാണ് കാർപ്പൻറ്റർ ചെയ്യുക? അതുകൊണ്ട് ഐ എം എ കാർപ്പൻറ്റർ. ഐ മേക്ക് ഫിലിംസ്. കാരണം എങ്ങനെയാണ് ഫിലിം ഉണ്ടാക്കാന്ന് പഠിക്കണമെങ്കിൽ, ഡ്രാമ എങ്ങനെയാണെന്ന് അഭിനയിക്കണം. അപ്പൊ അതിന്റെ കഥ എഴുതും, കവിത എഴുതും. 7ാം ക്ലാസ്സിലൊക്കെ നാടകത്തിലൊക്കെ അഭിനയിക്കണം. അന്നൊക്കെ നാടകത്തിലായിരിക്കുമ്പോൾ പുരുഷന്മാരുടെ വേഷം പുരുഷന്മാരും, സ്ത്രീകളുടെ വേഷം കെട്ടാൻ സ്ത്രീകൾ വരില്ല. അപ്പൊ ഞാൻ ആരും ഇല്ലാത്തപ്പോ അവസാനം ഞാൻ തന്നെയാ സ്ത്രീ വേഷം കെട്ട. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് തോൽക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞല്ലോ, അല്ലേ? ഒരു സംഭവത്തിലും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു കാര്യം ലോകത്തുണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ പരാജയപ്പെടുത്തും. ആ സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പറയണം, എന്ത്? ഗ്രോ ലൈക്ക് ആ ബുക്കിന്റെ ഫസ്റ്റ് എഡിഷനിൽ ഞാൻ അതിന്റെ ബാക്ക് കവറിൽ എന്റെ ഒരു ഫിലോസഫി എഴുതിയിട്ടുണ്ട്. ഗ്രോ ലൈക്ക് എ ട്രീ. എന്ത് ചെയ്യണം? ഗ്രോ ലൈക്ക് എ ട്രീ. മരം എങ്ങനെയാ വളരുക? എവിടെ പ്രകാശമുണ്ടോ അവിടത്തേക്ക് ബ്രാഞ്ചസ് വളരും, ഇല്ലേ? പക്ഷെ വളരെ വളരെ സ്ട്രോങ് ആയിരിക്കണം ആൾക്കാർ പറയും, ഇല്ലേ? അങ്ങനെ എന്താ പ്രശ്നം എന്നറിയോ? എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒടിഞ്ഞാൽ പിന്നെ അത് വളരില്ല. സോ ഞാൻ പറയാറുള്ളത്, ബി സോ ഫ്ലെക്സിബിൾ. എന്താവണം? ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മരം താഴെ വീണാൽ പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യും? പിന്നെ അപ്പൊ ജീവിതം എന്താവണം? വളരെ ഫ്ലെക്സിബിൾ ആവണം. നമ്പർ 1. ആൻഡ് ഫോൾ ലൈക്ക് എ റിവർ, ഗ്രോ ലൈക്ക് എ ട്രീ. എന്റെ ഫിലോസഫിയാ. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ഗൂഗിൾ ചെയ്താൽ എന്റെ പേരേ വരും. ആൻഡ് ഫ്ലോ ലൈക്ക് എ റിവർ. വലിയ ആതിരപ്പള്ളി നല്ല വെള്ളച്ചാട്ടല്ലേ? താഴത്ത് വീഴുമ്പോഴല്ലേ അതിന് ഭംഗി, ആണോ അല്ലയോ? പക്ഷെ താഴത്ത് വീഴാൻ വെള്ളം വേണമെങ്കിൽ എന്ത് ചെയ്യണം? തടഞ്ഞു നിർത്തണം. തടഞ്ഞു നിർത്തിയിട്ട് അത് ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി. അപ്പൊ നമ്മളെ ആരെങ്കിലും തടഞ്ഞു നിർത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? താഴത്തൂടെയും മുകളിലൂടെയും സൈഡിലൂടെ ഒക്കെ ഒഴുകാൻ ശ്രമിക്കും, ഇല്ലേ? എന്റെ അച്ഛനും ചേച്ചിയും മരിച്ചത് ഞാനും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആക്സിഡന്റിലാണ്. 4-5 പ്രാവശ്യം മരിച്ചിട്ടുണ്ട് ഞാൻ ജന്മത്തിൽ. പക്ഷെ ഭഗവാൻ തന്നെ എന്നെ ഉപേക്ഷിച്ചു. ഇയാളെ കൊണ്ടുപോകാൻ ഞാൻ സമയമാകുമ്പോൾ പറയുന്നുണ്ട് എപ്പോ വരണമെന്നുണ്ട്, ആ സമയത്തേ വരുള്ളൂ. ഞാൻ നല്ലൊരു അസ്ട്രോളജറാണ്. സോ ഐ നോ വെൻ ഐ വിൽ ഗോ. അതിനു മുമ്പ് ധൈര്യത്തിൽ പോകുന്നത് അതുകൊണ്ടാണ്, യാത്ര ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. ആൻഡ് ഐ എം നോട്ട് സിക്ക് ഫോർ ലാസ്റ്റ് 40 years. ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല. എക്സാക്ട് 60 kilogram വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ വെയ് ചെയ്താൽ ±1 വരാം. അതിൽ മാറ്റം ഉണ്ടായാൽ ഞാൻ പറയും വെയിങ് മെഷീൻ കൊണ്ടുപോകാൻ പറയും, വേറെ നല്ലത് കൊണ്ടുവരാൻ പറയും, പൊട്ടയാന്ന് പറയും. ആ ഗ്യാരണ്ടിയാണ്. എപ്പോഴാണ് നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവുമെന്ന് അറിയോ? ഫിൽ ഇറ്റ് അപ്പ്. എങ്ങനെ ഫിൽ ചെയ്യണം? വിത്ത് നോളജ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത് പഠിച്ചതെന്ന് ചോദിക്കില്ല, എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ എന്തിനാ പഠിക്കണം? എക്സാമിനേഷൻ ആണോ അല്ലയോ? അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? തീർന്നു കഥ. ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ സംഭവങ്ങൾ. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂര്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇസ് തൃശ്ശൂർ. അവിടെ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ 400 പിള്ളേർക്ക് പണ്ട് 2015 ഒക്കെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അൺഹാപ്പി ആയിട്ടുള്ള ഫസ്റ്റ് ഡേ ക്ലാസ് ആണ് ഇൻഡക്ഷൻ. അൺഹാപ്പി ആയിട്ടുള്ള ഒരു കൈവക്കാൻ പറയും. 70% പേരും കൈവക്കും.
ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ കേരളത്തിൽ കിട്ടിയിട്ട് 70% പേരും അൺഹാപ്പിയാണ്. എന്താ കാരണം? മെഡിസിന് പോയിട്ട് കിട്ടാത്തത് കൊണ്ട് എവിടെ ചേർന്നു? എഞ്ചിനീയറിംഗ്. അല്ലേ? ഞാൻ പറഞ്ഞു എന്റെ കൂടെ സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. സിവിൽ സർവീസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെന്ന് വിചാരിക്കും. സിവിൽ സർവീസ് പാസ്സായാൽ ഈ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ബിടെക്കുകാരും MBBS ചേർന്നിട്ടുള്ള നിങ്ങളുടെ ക്ലാസ്മേറ്റ്സും നാളെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യും. IAS ആയാലും ആവുമല്ലോ. എനിക്ക് എന്റെ ബ്രദർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കേരളത്തില് ചീഫായിട്ട് റിട്ടയർ ആയിട്ടുള്ളതാണ്. ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്താണ് എനിക്കൊരു ആഗ്രഹം IAS ആവണം. അന്ന് പഠിച്ചു തുടങ്ങിയാണ് ജനറൽ നോളജ്. പക്ഷെ MSc കൊച്ചിൻ യൂണിവേഴ്സിറ്റി ചേർന്നപ്പോഴാണ് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഒന്നുകിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സിവിൽ സർവീസ്. എനിക്ക് ഏതാ വേണ്ടെന്ന് വെച്ചു. ഞങ്ങളൊന്നാ മാത്തമാറ്റിക്സ് പഠിക്കാം. അങ്ങനെയാണ് മാത്സിൽ PhD എടുത്തത്. അപ്പൊ വിചാരിച്ചു പോയി ഇനി ജന്മത്തിൽ എനിക്ക് ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ആണ്. അവിടെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ലെവലിൽ എത്തണമെങ്കിൽ 30 വർഷമൊക്കെ സർവീസ് കഴിഞ്ഞാലാണ് സാധാരണ IAS എത്തുക. അവിടെ 36-ാമത്തെ വയസ്സിലെത്തിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വിട്ടുപോയാലും എന്ത് ചെയ്യരുത്, അത് പോയി എന്നേക്കും പോയി എന്നൊരു സംഭവമില്ല. നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല. എന്റെ ഒരു ഗുരു ഉണ്ട്, നിത്യചൈതന്യ എഴുതി. അദ്ദേഹത്തോട് ഏതോ ഒരു പയ്യൻ പറഞ്ഞു എന്റെ ഗേൾ ഫ്രണ്ട് പോയി, എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതെന്താ എനിക്ക് വേറെ ആരും കിട്ടില്ല, നീ അത്ര മോശമാണോ? വളരെ സങ്കടപ്പെടുന്നത്. തമിഴ് പാട്ട് കേട്ടിട്ടുണ്ടോ? പഴയ ഒരു പാട്ടുണ്ട്, പോണാൽ. ഈ പുതിയ ജനറേഷൻ അറിയില്ല അത്. പോണാൽ പോണാൽ പോകട്ടും പോടാ, இந்த ഉലകത്തിൽ வாழ்ந்தവൻ യാരടാ. കേൾക്കണം കേട്ടോ, ബ്യൂട്ടിഫുൾ സോങ്. തെലുങ്കിലും ഉണ്ട്, തമിഴിലും കന്നഡയിലും ഒക്കെ ഉണ്ട്. ഒന്ന് പോയാൽ പോട്ടെ നോക്കാം. ഡോണ്ട് വറി. എന്റെ അടുത്ത് കൗൺസിലിംഗിന് കുറെ ഫാമിലി കൗൺസിലിംഗ് ആൾക്കാർ വരും. എത്ര പ്രാവശ്യമായി ട്രൈ ചെയ്യുന്നു എന്റെ ഭർത്താവിനൊന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി, എങ്ങനെയെങ്കിലും മാറ്റി. ഞാൻ മാറുന്നില്ലെങ്കിൽ മാറ്റാണ്, എന്നിട്ട് വേറെ ആൾക്ക്. Why do you worry? ജീവിതം എന്തിനുള്ളതാണ്? LIFE. എന്താണ് LIFE? നിങ്ങൾ സിനിമ കാണാൻ പോകുന്നത് എന്തിനു വേണ്ടിട്ടാ? എൻജോയ് ചെയ്യാൻ ആണോ അല്ലയോ? എത്ര മണിക്കൂറാ സിനിമ? 2 മണിക്കൂർ. ഞാൻ ഫിലിം ഡയറക്ട് ചെയ്യുന്ന ആളാണ്. ഷോർട്ട് ഫിലിംസ് ഡോക്ടർ TPS, ഫിലിം ഡോക്ടർ TPS അടിച്ചേക്കാം. ഓക്കെ. ഇന്ത്യയിൽ നിന്ന് ഒമാനിൽ ആദ്യമായിട്ട് പോയിട്ടുള്ള ഫിലിം ഗ്രൂപ്പില് അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത്, റസൂൽ പൂക്കുട്ടി, മേജർ രവി, ഡോക്ടർ TPS 5 പേരാണ്. ഫിലിമിൽ എപ്പോഴെങ്കിലും എനിക്കിത് മനസ്സിലാവുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? 2 മണിക്കൂർ ഉണ്ടോ? ഇടയിലെ ഡയറക്ടർ വന്ന് പ്ലീസ് ലിസൺ ടു മൈ എന്ന് പറയാറുണ്ടോ? ഉണ്ടോ? എന്നാ ക്ലാസ്സിൽ 40 മിനിറ്റ് ക്ലാസ് എടുക്കുമ്പോൾ മാഷ് എത്ര പ്രാവശ്യം അറ്റൻഷൻ പ്ലീസ്, ലുക്ക് അറ്റ് മീ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് എത്ര ടീച്ചർമാരെ കാണും ഇല്ലേ? എന്തേ പറയേണ്ടി വരുന്നത്? എന്തൊക്കെ പറയേണ്ടി വരുന്നത്? ഉറക്കെ പറയും മക്കളെ. എന്തുകൊണ്ടാണ് നിങ്ങൾ എൻജോയ് ചെയ്യാത്തതാണ് എന്റെ ക്വസ്റ്റ്യൻ. യു ഡോണ്ട് എൻജോയ് ദ ക്ലാസ് ബട്ട് യു എൻജോയ് ഫിലിം. വൈ? ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇമേജ് പ്രോസസിംഗ് ആണ് എന്റെ വിഷയം. സാറ്റലൈറ്റ് വെച്ചിട്ട് ഭൂമിയുടെ മാപ്പ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഗൂഗിൾ മാപ്പില്ലേ, 40 വർഷം മുമ്പ് ഉണ്ടാക്കിയ ആളാണ്. മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി കാർഗിൽ വാർ, നമ്മുടെ ശ്രീലങ്കൻ ഓപ്പറേഷൻ, അഫ്ഗാനിസ്ഥാൻ, അതൊക്കെ ചെയ്യലാണ് എന്റെ പണി. ഐ എം എ സ്പൈ. അടുത്ത രാജ്യങ്ങളിലേക്ക് സ്പൈ ചെയ്യലാണ് എന്റെ പണി. ഇപ്പൊ എനിക്ക് ധൈര്യത്തിൽ പറയാം, പണ്ടാണെങ്കിൽ പറയാൻ പറ്റില്ല. ഞാൻ വിട്ടിട്ട് കുറെ കാലം പറയാം. സദാം ഹുസൈന്റെ പാലസുകൾ എവിടെയാണ്, അതെങ്ങനെയാ താഴത്തുകൂടി അണ്ടർഗ്രൗണ്ട് കണക്ട് ചെയ്തത്, ഇതൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കലായിരുന്നു എന്റെ പണി. സോ ഐ എം എ സ്പൈ. ഓക്കെ, പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 70 ഫിലിംസ് ഇങ്ങനെ മൂവ് ചെയ്യും, 120, 140 ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സെക്കൻഡില് 300 ഫിലിംസ് വിൽക്കാം, ഫ്രെയിംസ് വിൽക്കാം. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് എ മൂവി, റൈറ്റ്? അതിൽ ഒരു സ്പെസിഫിക് ഡ്രസ്സ്, ഒരു സ്പെസിഫിക് ഡാൻസ് നടക്കുന്ന ഒരു ഷൂട്ടിംഗ് സെന്റർ ഒക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? അതാണ് പ്രിന്റ് ചെയ്ത് പോസ്റ്റർ ആയിട്ട് വരുന്നത്. യെസ് ഓർ നോ? നിങ്ങൾ കണ്ടൊരു മൂവി, ആ പോസ്റ്റർ കാണുമ്പോൾ
ആ സമയത്തുണ്ടായ ഡയലോഗ്, അതിന് മുമ്പുണ്ടായ ഡയലോഗ്, അതിന് ശേഷം ഉണ്ടായ ഡയലോഗ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പറ്റില്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് നോക്കിയാൽ അതിന് മുമ്പും പിമ്പും ഉള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? എന്തേ പറ്റാത്ത? വൈ? വളരെ എളുപ്പമാണ്. പറ്റാത്തതിന് കാരണം സിനിമക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. ഏത് സിനിമയെന്ന് അറിഞ്ഞിട്ടല്ലേ പോവാ. ആരാ അഭിനയിക്കുമെന്ന് അറിയാലോ, എവിടെയാ ഷൂട്ട് ചെയ്തെന്ന് അറിയാലോ, ഏതാ പാട്ടെന്ന് അറിയാലോ, ആരാ ഡയറക്ടർ എന്ന് അറിയാലോ. കെമിസ്ട്രി ക്ലാസ് പോകുമ്പോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ക്ലാസ് എന്താവും? ഒരു ട്രാജഡിയോ. ഒരമ്മയാവുന്നത് പോലും പ്രിപ്പയർഡ് അല്ല. എന്റെ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ് പ്രഗ്നൻസി ഇൻ ദ ആയുർവേദിക് ടൈപ്പ്, അല്ലെങ്കിൽ ആയുർവേദിക് സ്റ്റൈൽ. ഗോ ടു കിൻഡൽ ആൻഡ് ദെൻ സെർച്ച്. ആമസോണിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ഇറ്റ്സ് എ ബുക്ക് റിട്ടൺ റീസെന്റ്ലി ബൈ. നല്ല ജന്മം എന്ന് പറയുന്നത് അമ്മയുടെ തോട്ട് പ്രോസസ്. എന്തുകൊണ്ടാണ് ഒരേ വീട്ടില് രണ്ട് അമ്മമാര് അല്ലല്ലോ പ്രസവിക്കുന്നത്? രണ്ട് കുട്ടികളെ ഒരമ്മ പ്രസവിക്കണം. ഒരേ അച്ഛനാണെന്ന് വിചാരിക്കാം, ഉറപ്പൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വ്യത്യസ്തമായ സ്വഭാവം ഉള്ളത്? സ്വഭാവം. എന്തുകൊണ്ടാണ് സ്വഭാവം വ്യത്യാസമാവുന്നത്? അവരുടെ സ്വഭാവമാണ്. അപ്പൊ എന്റെ സ്വഭാവം എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവോ? ഞാനും നിങ്ങളും വേറെയല്ലേ? അതുകൊണ്ട് സ്വഭാവം എന്തുകൊണ്ടാണ് വേറെ എന്ന് ചോദിച്ചാൽ അത് എന്റെ സ്വഭാവമായതുകൊണ്ടാണ്. ഉത്തരം. അതുകൊണ്ട് എന്താണ് എന്റെ സ്വഭാവം അങ്ങനെ ആയത്? ഏത് സമയത്താണോ ഏത് മൂഡിലാണോ നിങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തത് ആ സമയത്തുള്ള സ്വഭാവമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ജന്മം നല്ല ജന്മാണോ അല്ലയോ? ഇസ് ഇറ്റ് എ ഗുഡ് ലൈഫ്? എന്റെ ഒരു കവിതാ പുസ്തകമുണ്ട്, ലൈഫ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് അവൈലബിൾ ഓൺ മൈ വെബ്സൈറ്റ്. എന്റെ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. ലൈഫ് ഓഫ് ലവ് എന്താണ്? അവിടെയും ലൈഫാണ്. എന്റെ ബുക്സ് ഒക്കെ ലൈഫ്. വേറൊരു ബുക്ക് റിതം ഓഫ് ലൈഫ് എന്നാണ്. ആ ലൈഫ് ഓഫ് ലവിൽ ആദ്യത്തെ പോയട്രി എന്ന് പറയുന്നത്, നിങ്ങൾ 3 Idiots മൂവി ആയിട്ടിരുന്നു? ഇഡിയറ്റ് ആയതുകൊണ്ടാണോ ഓർമ്മ വരാത്തത്? 3 Idiots മൂവി ആയിട്ടില്ലേ? ഇങ്ങനെ പറയരുതെന്ന് പറയും. വായ തുറക്കൂ. യെസ് ഓർ നോ? ഉറക്കെ. 3 Idiots മൂവി ആരുണ്ടാക്കിയത്? ആരാ അതിന്റെ ഹീറോ? അമീർ ഖാൻ. അമീർ ഖാന്റെ പ്രൊഫസർ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഓക്കെ. അത് പഠിപ്പിച്ചത് മേനോൻ എന്ന് പറയുന്ന ഒരാളാണ്, നമ്മുടെ പാലക്കാടുകാരൻ. അയാൾ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ വൈകുന്നേരങ്ങളിൽ എന്റെ വീട്ടിൽ വരും. ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത്, പ്രൈം മിനിസ്റ്റർ സമയത്ത്. ആ സമയത്ത് അവിടെ എഴുതിയ കവിതയാണ്. ആ കവിത അദ്ദേഹത്തിന് ബുക്ക് ഷെയർ ചെയ്തു. അയാൾ ക്ലാസ്സിൽ പോയിട്ട് അതെടുത്തു. അതുകൊണ്ട് 3 Idiots മൂവിയിൽ എന്റെ കവിത ഉണ്ട്. Millions of sperm from the father, repeat it. Millions of sperm from the father get into the mother's egg and only one sperm take birth, and that's me. നമ്മൾ ഓരോരുത്തരും fought with millions of unborn brothers and sisters. ജനിക്കാതെ പോയ അല്ലേ ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാരുടെ ജനിക്കാതെ പോയ ആ ജന്മത്തോട് മല്ലിട്ടിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ആണോ അല്ലയോ? യെസ് ഓർ നോ? എന്നിട്ട് നമ്മൾ ഈ ജന്മത്തെ ദുഷ്ടി പറയാ. വി ആർ വിന്നേഴ്സ്. ആരാണ്? All of you raise your hands. Take it back and say well done. നമ്മളോട് തന്നെ പറയണം, we are well done. Yes or no? എത്രയോ കഷ്ടപ്പാട് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവര്, കണ്ണ് കാണാത്തവര്, ചെവി കേൾക്കാത്തവര്, നടക്കാൻ പറ്റാത്തവര്, എത്ര ആൾക്കാരെന്റെ ലിസ്റ്റിലുണ്ടെന്ന്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ അവരോട് സംസാരിക്കും. എന്തിനാ അറിയും? ഇതൊക്കെയുള്ള നമ്മള് ചെയ്യാത്തതിനേക്കാളും കൂടുതൽ അവർ ചെയ്യുന്നുണ്ട് പലപ്പോഴും. ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലം, കുടിയാന്മല ആലക്കോടാണ് എന്റെ നാട്. അവിടെയുള്ള ഒരു കുട്ടി മെസ്സേജ് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. എന്താ ചെയ്യണേ? കൊടയുണ്ടാക്കി വിൽക്കുകയാണ്. എവിടെയാ വിൽക്കണത്? തായ്ലാന്റിലാണ് അയക്കണം. ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്താ ചെയ്യണേ? ആർ യു ഗെറ്റിംഗ്? എന്ത് മോട്ടിവേറ്റഡ് ആണെന്ന് ആലോചിച്ചു നോക്കുക അവരുടെയൊക്കെ ജന്മം. അടുത്ത കാലത്ത് ശ്രീകാകുളം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്തുനിന്നൊരു കുട്ടി എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഹാൻഡിക്യാപ്ഡ് ആണ്.
ആഗ്രഹങ്ങളാണ് വേണ്ടത്. നമുക്ക് എത്ര ആഗ്രഹങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ലൈഫ് ഈസ് ഫാദർ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഈ പറയുന്നതിലൊക്കെ എടുത്തിട്ടാ പറയാം. ഗോൾ എന്താണ്? വാട്ട് ഈസ് യുവർ ഗോൾ? ഗോൾ സെറ്റിംഗ് ഈസ് ഇമ്പോർട്ടന്റ്. മനസ്സിലാവുണ്ടോ? ബിടെക് പഠിക്കോ MBBS പഠിക്കോ എന്നുള്ളതല്ല, അതൊന്നും ഗോളല്ല, അത് പോകാനുള്ള വഴിയാണ്. എന്റെ മരുമകൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സർജനാണ്, ENT ആണ്. ഒരു ദിവസം 3 നാവെങ്കിലും കട്ട് ചെയ്തിട്ട് സർജറി ചെയ്യുന്ന ആളാണ്, ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്. അത് ചോദിച്ചു, ഞാൻ പലപ്പോഴും ഞാൻ ക്യാമ്പ് നടത്തുമ്പോൾ എന്റെ ഫാമിലി എല്ലാവരും വരും. അപ്പൊ അവൻ വരുമ്പോൾ കുട്ടികളോട് ഞാൻ അവരോട് സംസാരിക്കാൻ പറയും. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു, എങ്ങനെയാ ഡോക്ടർ ആവാനുള്ളത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ്സം ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളെ കണ്ടപ്പോൾ അയാൾ ഡോക്ടറാണ്. അപ്പൊ എനിക്കും അങ്ങനെ ആവണം തോന്നുന്നു. അല്ലാണ്ട് ഡോക്ടർ എന്നുള്ള ജോലി നോക്കിയിട്ടൊന്നും അല്ല, അയാൾ സ്റ്റൈലിഷ് ആണ്. എന്തുകൊണ്ടാണ് സിനിമ ആക്ടർ ആവണമെന്ന് ആഗ്രഹം? കരിഷ്മ കോഷ്യന്റ് ഉണ്ട് അവർക്ക്, അതുകൊണ്ടാണ്. യു അണ്ടർസ്റ്റുഡ്? അപ്പൊ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നത് ആ ഒരു പാഷൻ ആ സമയത്തുള്ളതാണ്. അത് നമ്മൾ നർച്ചർ ചെയ്താൽ ചിലപ്പോൾ നന്നായിരുന്നു. എനിക്ക് ഇന്ന വിഷയം ഇഷ്ടമാണ്, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇന്ന വിഷയം ഇഷ്ടമാന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കുക, മാഷ് നല്ല മാഷാണ്, നല്ല ടീച്ചറാണ്. എന്തുകൊണ്ട്? ബയോളജി ഇഷ്ടമില്ലാത്ത ഒന്നിനും കൊള്ളില്ല, ഫിനിഷ്ഡ്. ആ ടീച്ചർ മോശമായതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്. അടുത്ത കാലത്ത് ഗോവയിൽ സെന്റ് മേരീസ് സ്കൂളില് എയ്ഡഡ് സ്കൂളാണ്, ഗവൺമെന്റ് സാലറിയാണ് ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. ഞാനും ഒരു എയ്ഡഡ് സ്കൂളിന്റെ മാനേജറാണ്. നാട്ടിലുള്ള സ്കൂൾ ഞങ്ങളതാണ്. ഇവിടെയൊക്കെ പക്ഷെ ടീച്ചർമാരെ മേയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഗവൺമെന്റിലെ സാലറി കൊടുക്കും, നമ്മൾ പറയാൻ കഴിയില്ല. അപ്പൊ അവിടെ എൻ്റെ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം അവിടുത്തെ സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളൊക്കെ മഹാപാവം കുട്ടികളാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു, പാവം കുട്ടികൾ ഇങ്ങോട്ടാ, ഞാൻ ശരിയാക്കി തരാം. 63 കുട്ടികളുണ്ട്. എത്ര പേർക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ 3 കുട്ടികൾക്ക് കിട്ടുന്നു. അതും ടീച്ചർമാർ ഇങ്ങനെ പൊക്കി കാണിക്കണം, എന്നാലേ അവർ പൊക്കുള്ളൂ. അവരായിട്ടൊന്നും വളണ്ടിയർ ആയിട്ട് പറയില്ല. ഞാൻ ഒരാഴ്ച എനിക്ക് വിട്ടതാണ്, അതിൽ ചേഞ്ച് ചെയ്തു. ഒരാഴ്ച അവിടെ പോയി താമസിച്ചിട്ട് ക്ലാസ് എടുത്താം. ഹിന്ദിയൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല, ഡ്രാമയാണ്. എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ഡ്രാമയാണ്. ഏതാണ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, പണ്ടൊക്കെ ഉറപ്പായിട്ടും അച്ഛനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോളിറ്ററി റീപ്പർ അല്ലേ? ബിഹോൾഡ് ഹെർ സിംഗിൾ ഇൻ ദ ഫീൽഡ് ഓൺ സോളിറ്ററി ഹൈലൻഡ് സിംഗിങ് ആൻഡ് റീപ്പിംഗ് ബൈ ഹെർസെൽഫ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ് എന്ന് പറയുന്നത് വേർഡ്സ് വർത്ത് ഞാനും ഇതൊക്കെ ഫീൽഡും ഒക്കെ ആയിട്ട് മാറ്റുന്നു. ഇറ്റ് ഹാസ് ടു ബി ഡ്രമാറ്റൈസ്ഡ്. കെമിസ്ട്രി പഠിക്കുമ്പോൾ കാണണം, ഫിസിക്സ് പഠിക്കുമ്പോൾ കാണണം. ഇവിടെ കെമിസ്ട്രി കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇവിടെ കെമിസ്ട്രി കാണാൻ പറ്റും, ലാബ് പോയാലേ കാണുള്ളൂ അല്ലെ? യെസ് ഓർ നോ? താഴത്തുള്ളത് എന്താണ്? ടൈൽസ് അല്ലേ? എന്ത് ടൈൽസ് ആണത്? സിറാമിക്. എന്താണ് ഇവിടെ ഉള്ളത്? എന്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്? എന്താണ് പറ? ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ? കമോൺ. എയർ ആണ്. എയർ എന്ന് പറഞ്ഞാൽ എന്താ? കെമിസ്ട്രി അല്ലേ? യെസ് ഓർ നോ? ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ? ആരാ പറഞ്ഞു? ഈ ലൈറ്റ് എന്തുകൊണ്ടാണ് ഈ കളറ്? ഇവിടെ എല്ലാം റെഡ് ലൈറ്റ് ആണെങ്കിൽ എന്ത് കളറാ വരിക? റെഡ് കളറാ വരിക അല്ലേ? ആ റെഡ് കളർ ആരാ കൊടുക്കണേ? കെമിസ്ട്രിയാണ്. എന്താണ് താഴത്ത്? ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് വരുന്നു, അവിടുന്ന് എന്തെങ്കിലും താഴത്തേക്ക് വരുന്നുണ്ടോ? ഉണ്ടോ? ആ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമോ? എന്താ വരുന്നത്? ലൈറ്റ് റേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന റേസ് ആണ്. ഇറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്, വൈബ്രേഷൻ ആണ്. എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ് എന്റെ PhD. അത് ടെമ്പറേച്ചറിലായാൽ ടെമ്പറേച്ചറിന്റെ ഫ്രീക്വൻസി ആയി, ലൈറ്റിലായാൽ കാണുന്ന വിസിബിൾ ആണെങ്കിൽ 0.4 to 0.7 മൈക്രോവേവ് വേറൊരു റീജിയൻ, അൾട്രാവയലറ്റ് വേറെ റീജിയൻ, എക്സ്റേ വേറെ റീജിയൻ. 0.4 to 0.7 ആണ് വൈബ്രേഷനുമെങ്കിൽ അത് ലൈറ്റ് ആയിട്ട് കാണും. അതിനെ കട്ട് ചെയ്യുമ്പോൾ വിബ്ജിയോർ ആവും. മനസ്സിലായോ? എന്റെ കൂടെ പ്രീ ഡിഗ്രി പഠിച്ച് എന്നെ പോലെ തോറ്റ എന്നെ പോലെ അന്ന് പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ +1 എല്ലാ വിഷയത്തിലും തോറ്റിട്ടുള്ള എന്റെ സുഹൃത്തുണ്ട് ഞാൻ. അപ്പോഴല്ലേ നമ്മുടെ സുഹൃത്തുക്കളാവും. സിമിലർ ബേർഡ്സ് വിൽ ഫ്ലൈ ഔട്ട് ടുഗദർ. അതിലൊരാളെ ദുബായിൽ വർക്കാണ്. ഒരു ദിവസം ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ സ്കൈ. ഉടനെ ഞാൻ പറഞ്ഞു സോ പൊല്യൂട്ടഡ്.
എങ്ങനെ പൊല്യൂട്ടഡ് ആണെന്ന് പറയുന്നത്? സ്കൈ നമ്മൾ നേരെ ഉച്ചക്ക് നോക്കിയാൽ എന്ത് കളറാ കാണുക? വൈറ്റ്. രാവിലെയും കുറച്ചും കൂടി ചെരിഞ്ഞു നോക്കിയാൽ എന്താ കാണുക? ബ്ലൂ അല്ലേ? വൈകുന്നേരം നോക്കിയാൽ എന്താ കാണുക? റെഡ്, ഓറഞ്ച്. എന്താ അർത്ഥം എന്നറിയോ? ഭൂമിയുടെ മുകളിലാണ് സൂര്യനെങ്കിൽ 140 കിലോമീറ്റർ ആണ് അറ്റ്മോസ്ഫിയർ. ആവഹ പ്രവഹ ഉദ്വഹ സ്തദാ പരിപൂർവക ഉപഹ, അങ്ങനെയൊക്കെയാണ് ലെയർ. ആ ലെയറുകൾ കടന്നാൽ 140 കിലോമീറ്റർ കടന്നാൽ മതി. അപ്പോ അധികം ഇറേഡിയേഷൻ ഉണ്ടാവില്ല, സ്കാറ്ററിങ് ഉണ്ടാവില്ല. അപ്പൊ വൈറ്റ് ലൈറ്റ് ആയിട്ട് തന്നെ കാണും. കുറച്ചും കൂടി ഇങ്ങോട്ടാകുമ്പോഴോ ബ്ലൂ വരെ കാണുന്ന വേവ് ലെങ്ത് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയും. കുറേ ദൂരെ, കാരണം എർത്ത് എന്ന് പറയുന്നത് 6200 കിലോമീറ്റർ റേഡിയസ് ആണ്. എവിടെ നിന്ന് നോക്കിയാലും 6200 കിലോമീറ്റർ. ആദ്യം 140 കിലോമീറ്റർ ആണ്, ഇതിപ്പോ എത്രയും 6200. അത്രയും കടന്നിട്ട് വേണം കാണാൻ. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ ഫ്രീക്വൻസിയും കട്ട് ചെയ്ത് റെഡ് മാത്രം കാണും. അത് എപ്പോഴാ കട്ട് ചെയ്യുക? ഈ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആകുമ്പോൾ. പൊല്യൂട്ടഡ് അല്ലെങ്കിലോ? ഇനി ഇത് വീട്ടിൽ ചെയ്യണോ? നല്ല ടോർച്ച് ലൈറ്റ് ഇല്ലേ, LED ടോർച്ച് ലൈറ്റ്, അതെടുക്കാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാം. എന്നിട്ട് ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് ഇപ്പുറത്തെ ഒരു ബ്ലാക്ക് സാധനം വെക്കാം. അപ്പൊ അല്ല, ബ്ലാക്ക് ഹോളിലൂടെ പാസ് ചെയ്യാം. അപ്പൊ പിന്നെ കുറെ പോയിന്റഡ് ലൈറ്റ് കിട്ടും. എന്നിട്ടൊരു സ്ഥലത്ത് നിങ്ങൾ അതിന്റെ റിഫ്ലക്ഷൻ വെക്കാം. വൈറ്റ് ലൈറ്റ് തന്നെയാണ് കിട്ടുക. എന്നിട്ട് ഈ പാത്രത്തില് വെള്ളത്തിലൂടെയാണല്ലോ പോകുന്നത്, ജാറിന്റെ ഉള്ളിലൂടെ. അതിൽ കുറച്ച് ചായപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ കലക്കി വിടുക, ഉപ്പ് കലക്കുക. അപ്പൊ ഇത് യെല്ലോ കളറാവും. അതാണ് ചന്ദ്രൻ വൈറ്റ് അല്ലാതെ യെല്ലോ ആകുന്നത്. യെല്ലോ ചന്ദ്രൻ കാണില്ലേ? പൊല്യൂഷൻ ഉള്ള ദിവസം യെല്ലോ ചന്ദ്രനാവും, പൊല്യൂഷൻ ഇല്ലാണ്ടിരുന്നാൽ വൈറ്റ് ചന്ദ്രനാവും. ഞാനൊക്കെ വൈറ്റ് ചന്ദ്രൻ വലുതായിട്ട് കണ്ടിട്ടുണ്ട്, കാരണം കൈലാസത്തിൽ പോകുമ്പോൾ. നമ്മൾ റിഫ്രാക്ഷൻ ക്ലാസ് പഠിച്ചിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം? അത് കാണണം. മനസ്സിലായോ? എല്ലാ സംഭവങ്ങളും ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. പണ്ട് തുരിശടിക്കും, റബ്ബറൊക്കെ കുറെ പ്ലാന്റേഷൻ ഉള്ള സ്ഥലം. തുരിശടിക്കുമ്പോൾ തുരിശ് ലായനി എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ്. ഇപ്പൊ ക്ലാസ്സിൽ കോപ്പർ സൾഫേറ്റ് പഠിക്കുമ്പോൾ മാഷ് പഠിക്കാതെ കിട്ടുക അതന്നെയാണോ തുരിശ്? പോയി തുരിശ് എടുത്തോണ്ട് എന്നിട്ട് എന്ത് ചെയ്യും? 2 ബാറ്ററി വെച്ചിട്ട് അതിനകത്ത് ബൾബ് കത്തിച്ച് അതിന്റെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ബ്ലേഡ് വെക്കും, മറ്റേ സ്ഥലത്ത് കോപ്പറിന്റെ കോയിൻ ഉണ്ടായിരുന്നു പണ്ട്, അത് വെക്കും. അപ്പൊ ഈ ബ്ലേഡ് കോപ്പർ കളറാവും. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഏത് ക്ലാസ്സിൽ? 7ാം ക്ലാസ്. നിങ്ങൾ ചെയ്യോ? ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുക? പഠിക്കുന്നത് രസകരമായിട്ട് മാറും. യു അണ്ടർസ്റ്റുഡ്? അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യണം. സാക്ഷാത് അനുഭവ ദൃഷ്ടോ ന ശ്രുതോ, കേട്ടിട്ടല്ല പഠിക്കേണ്ടത്. ന ഗുരുദർശിത, ആരെങ്കിലും കാണിച്ചു തന്നിട്ടല്ല പഠിക്കേണ്ടത്. അനുഭവിച്ച് പഠിക്കണം. സാക്ഷാത് അനുഭവൈർ, അനുഭവിച്ച് പഠിക്കാൻ പറ്റണം. എല്ലാം അനുഭവിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കണമെങ്കിൽ ആരും കൂടി പഠിക്കണം? അമ്മ പഠിക്കണം. ഖരം ചൂടാക്കിയാൽ എന്തായി മാറും? ദ്രാവകമാവും. ദ്രാവകം ചൂടാക്കിയാൽ വാതകമായിട്ടോ? തിരിച്ചുള്ളത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഐസ് ചൂടാക്കിയ വെള്ളമാവും. ദോഷമാവ് കണ്ടിട്ടുണ്ടോ? അത് ദ്രാവകല്ലേ. അത് വെച്ച് കഴിഞ്ഞ് ചൂടാക്കി എന്താവുക? ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കാത്തത് മനസ്സിലാവണ്ടോ പറയണേ? ചോദ്യം ചോദിക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഓരോ ചെറു വസ്തുവിലും ചൊല്ല്. ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? കോളേജ് വേണ്ട, ഞങ്ങൾക്കു 2 അക്ഷരം കാണിച്ചു തന്നാട്ടെ. ശരിയായി പേരൊന്നെഴുതാനും വായിക്കാനും പരിശീലനം തന്നാട്ടെ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പരിഷത്ത് പാടാണ്, പരിഷത്തിന്റെ പാട്ടാണ്. MK പ്രസാദും ശിവശങ്കര മാഷും ഒക്കെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. നേട്ടൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പരിഷത്തിന്. എന്ത് രസകരമാണ്. പുത്തനൊരായുധമാണു നിനക്കി, പുത്തനൊരായുധമാണു നിനക്കി ചൊല്ലേ, പുസ്തകം കയ്യിലെടുത്തോളൂ. എന്നിട്ട് ആര് പുസ്തകം എടുത്തിട്ട്? ഞാൻ ചോദിക്കായിരുന്നു, എന്തേ ക്ലാസ്സിനാണോ വന്നത്? ഇവര് കൈയൊക്കെ വീശിട്ട് ഇങ്ങനെ സിനിമ കാണാൻ വന്നത്.
ഞാൻ സിനിമ കാണാൻ പോകുമ്പോഴും പുസ്തകം എടുത്തിട്ടാണ് പോകും. അതല്ലെങ്കിൽ ഇഡിയറ്റ്സ് കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാരും ചിരിക്കുമ്പോൾ ഇഡിയറ്റ്സ് ആയിട്ട് നിങ്ങൾ ചിരിക്കും. ആ പറഞ്ഞത് എന്തിനാണെന്നോ കേട്ടത് എന്തിനാണെന്നോ നിങ്ങൾക്ക് അറിയില്ല. അറിയോ? പോഡിയത്തിൽ നിന്നിട്ട് ഒരു ശ്ലോകം ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചിട്ടുണ്ട്, എന്തോ തെറ്റ് വരുത്തിയിട്ട്. കാരണം സിനിമയുടെ ഒരു സ്റ്റൈലാണ്. എന്തെങ്കിലും പോഡിയത്തിൽ വരുമ്പോൾ ആ ഇരിക്കുന്ന ഓഡിയൻസ് ചിരിക്കുന്നത് കാണിച്ചാൽ ആ സിനിമ കാണുന്ന പ്രേക്ഷകരും ചിരിക്കും. എന്തിനാ ഈ ഓഡിയൻസ് ചിരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം ആരെങ്കിലും ചിരിക്കുന്ന അവിടെ ചിരിക്കാനുള്ള മനുഷ്യന്റെ സഹജ സ്വഭാവമാണ്. അവിടെ ചെല്ലൊരു ശ്ലോകം ചെല്ലട്ടെ, കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, ഉറപ്പാണ്. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ച. എവിടെയും കേട്ടിട്ടുണ്ടോ? 3 Idiots മൂവി കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ഇത് ചൊല്ലിയത് കേട്ടിട്ടില്ല. എന്താ കാരണം എന്നറിയോ? അത് ട്വിസ്റ്റ് ചെയ്തിട്ട് തെറ്റിയിട്ട് ഒരു പേപ്പറിൽ മാറ്റി എഴുതിയിട്ട് അവൻ നോക്കി വായിക്കുന്നില്ലേ, ആ രംഗം ഓർമ്മയില്ല. അത് വേറെ എഴുതി പറ്റിച്ചതാണ് ഈ അമീർ ഖാൻ ചെയ്തിട്ട് അവനെ പമ്പര വെടിയാക്കി ആ ഓഡിയൻസ് ചിരിക്കുമ്പോൾ ഉറപ്പാണ് എല്ലാവരും ചിരിച്ചിട്ടുണ്ടാവും. ഇത് മൂവി മേക്കിന്റെ ഒരു ട്രിക്കാണ്. എന്താ അർത്ഥം? ആചാര്യ പാദമാദത്തെ. എന്താ അർത്ഥം? പാദം എന്ന് പറഞ്ഞാൽ 1/4. ആചാര്യന്മാർ, ഗുരുവല്ല, ആചരിക്കുന്നവൻ. യദ്യതാചരതി ശ്രേഷ്ഠ തത്തവേദയോചര സയത് പ്രമാണം ഗുരുദേ യോഗസ്ഥതനുവർത്തത. ഇതാണ് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ആവണമെന്ന് പറഞ്ഞ് പിന്നാലെ പോകുമ്പോഴാണ് അയാൾ ആചാര്യനാണ്. ആചാര്യ ഈസ് നോട്ട് ടീച്ചർ. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അദ്ദേഹം, ഞാൻ മാത്തമാറ്റിക്സ് പ്രൊഫസർ ആണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ത് ചെയ്യണം? ഞാൻ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? 72 - 27 എത്രയാണ്? ഉടനെ പറയാം. 72 - 27, 72 - 27. എന്ത് ബുദ്ധിമുട്ടാന്ന് ആലോചിച്ചു. എത്ര എളുപ്പമെന്നറിയോ? ഞാൻ എഴുതിയിട്ടുള്ളത് 72 - 27 എന്നല്ലേ, ഒരേ നമ്പർ തിരിച്ചിട്ടതല്ലേ. ആ നമ്പർ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. മൾട്ടിപ്ലൈ ബൈ 45 ആൻസർ. എന്ത് എളുപ്പമാന്ന് നോക്കൂ. മാത്തമാറ്റിക്സ് ഇസ് എ ട്രിക്ക്. ആ ട്രിക്ക് പഠിച്ചാൽ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ഇങ്ങനെ പാസ്സാവും. ഞാൻ അവസാനമായിട്ട് ജോലി ചെയ്തിട്ടുള്ളത് KL യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ ജോലിയാണ്. എന്താണ്? എങ്ങനെ കുട്ടികൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാവുന്ന ട്രിക്കാണ് ഞാൻ പഠിപ്പിച്ചത്. മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ സ്കിൽ, ഇതൊക്കെയാണ് പഠിപ്പിക്കുക. ഈ ട്രിക്ക് മനസ്സിലായോ? എന്താണ്? ഈ നമ്പർ തിരിച്ചെഴുതിയിട്ടുള്ള ഡിഫറൻസ് കാണുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഓരോന്നിനും ഓരോ ട്രിക്ക് ഉണ്ട്. ഏകാധികേന പൂർവേണ, 4 × 9 36. അറിയാലോ. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് ഉപയോഗിച്ചിട്ട് പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫോർമുലാസ് പഠിക്കും. മാത്തമാറ്റിക്സ് ഇസ് എ ട്രിക്ക്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ചെയ്താലേ കാര്യമുള്ളൂ. നമ്മളിപ്പോ ജീവിക്കുന്ന വേൾഡ് എന്ത് വേൾഡാ? 3, 2, 1 വേൾഡ്. എന്ത് വേൾഡാണ്? എന്താ വിളിച്ച കാരണം അങ്ങനെ? 21st സെഞ്ചുറി എന്നാണ് നമ്മൾ പറയാ, അല്ലെ? സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 100 years ആണോ നമ്മളിപ്പോ ജീവിക്കുന്ന ലോകം? അല്ല, കഴിഞ്ഞ 5 വർഷം കൊണ്ട് കുറെ മാറി. അപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന ലോകം എന്ന് പറയുമ്പോൾ 100 വർഷത്തെ ഒരു ചരിത്രം പറഞ്ഞിട്ട് 100 വർഷത്തിൽ എങ്ങനെയാണ് 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ, ഗ്രേറ്റ് എഡ്യൂക്കേഷൻ, 100 വർഷം പഴക്കമുള്ള എഡ്യൂക്കേഷൻ? അല്ല, 50 വർഷം. 50 വർഷം ഇനി വരാൻ പോകുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, വി ആർ നോട്ട് ഇൻ 21st സെഞ്ചുറി, വി ആർ ഇൻ 3rd decade of 21st century. 3, 2, 1 വേൾഡ്. അതുകൊണ്ട് എന്താവണം? ഫാസ്റ്റ് ആവണം. ചിന്തകൾ ഫാസ്റ്റ് ആവണം, ചോദ്യങ്ങൾ ഫാസ്റ്റ് ആവണം, ലൈഫ് ഫാസ്റ്റ് ആവണം, പഠനം ഫാസ്റ്റ് ആവണം, ട്രിക്ക് ഉപയോഗിക്കണം. ഡോണ്ട് ഡു എനി ഹാർഡ് വർക്ക്. നോ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് സ്വയം ഒന്ന് കണ്ണടച്ച് ചിന്തിക്കുക. എന്നിട്ട് അടുത്തിരിക്കുന്ന ആളോട് പറയാം, പിന്നിലും ബാക്കിലൊക്കെ ഇരിക്കുന്ന ആളോട്.
എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ് അതിന്റെ മെസ്സേജ്. കുറച്ച് പാരന്റ്സിനുള്ള പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ടീച്ചേഴ്സിനുള്ള പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കുട്ടികൾക്കുള്ളതും പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കുള്ളതൊക്കെ പാരന്റ്സിനോടും ടീച്ചേഴ്സിനും പറഞ്ഞതൊക്കെ കുട്ടികൾക്കുള്ളതാണ്. കാരണം പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട്, 30 points to students, 20 points to parents and teachers. Up to school education. Higher education, 20 points to students and 10 points to teachers. കാരണം പാരന്റ്സിന്റെ റോൾ ഇല്ല. Got it? So read, think about it. ഇപ്പൊ ഒന്ന് അടുത്ത ആളോട് സംസാരിച്ച് ചോദിക്കാം, നമുക്ക് എന്ത് ചോദിക്കാം ഇയാളോട്. വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു നോ? എന്തിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, എന്താണ് ചോദിക്കാൻ പറ്റുക? അല്ല, ഈ ഇത്രയും സമയം പറഞ്ഞതൊക്കെ വേസ്റ്റ് ആണ്. ജസ്റ്റ് ഡിസ്കസ്. എന്താണ് പഠിച്ചത്, എന്താണ് ചോദിക്കാൻ പറ്റുക? ലെഫ്റ്റും റൈറ്റും ഒക്കെ ചോദിക്കും. അതിലൊരു കാര്യം ഞാൻ ചെയ്തിട്ടുള്ളൂ, റോൾ എന്നുള്ള ഭാഗം പറഞ്ഞിട്ടില്ല, ഗോള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ? റോൾ ഞാൻ ആദ്യം തുടങ്ങിയതാണ്, പക്ഷെ അത് തീർത്തിട്ടില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ചോദ്യം ഉണ്ടെങ്കിൽ അത് പറയാൻ വിചാരിച്ചിട്ട് വിട്ടതാണ്. ആരെങ്കിലും ചോദിക്കാം, എന്താ ചോദിക്കാൻ? എന്ത് വേണമെങ്കിലും ചോദിച്ചു മക്കളെ, എന്നെ അറിയാൻ വേണ്ടി ചോദിച്ചോളൂ, അല്ലെങ്കിൽ എനിക്കറിയാവുന്നത് പറയാം. നിങ്ങൾ ഗൈഡ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല, നമ്മളൊരു സംവാദം പോലെ പോകണം. പക്ഷെ എന്താണ് ഈ ഒരു ഡിസ്കഷന്റെ ആവശ്യം എന്നുള്ളത് എനിക്ക് തോന്നിയ തരത്തിൽ ഞാൻ പറഞ്ഞതാണ്. അത് ക്യൂ എടുത്തിട്ടുള്ളത് ഇതിനു മുമ്പ് സംസാരിച്ച ആൾക്കാരുടെ വാക്കുകളിൽ നിന്നാണെന്ന് മാത്രം. എന്ത് വേണമെങ്കിലും ചോദിക്കും. അടുത്ത ആള് നിങ്ങൾക്കൊരു ചോദ്യം പറഞ്ഞു തന്നില്ലേ? എന്റെ ചോദ്യമല്ല, ഇയാൾ ചോദിച്ചാണെന്ന് പറഞ്ഞ് ചോദിക്കാതെ നമുക്ക് ആ ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? എനിക്കവരെ സംശയമൊന്നുമില്ല, പക്ഷെ ഇയാൾക്കൊരു സംശയമുണ്ടോ? അത് പറ. മോസ്റ്റ് എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷനാണ്. ഇന്നലെ ഫൈസൽ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ലാക്കിംഗ് ഇൻ കേരള? കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് ലാക്കിംഗ്. ഞാൻ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ധൈര്യം കമ്മ്യൂണിക്കേഷനാണ്. 12ാം ക്ലാസ്സിൽ ഒന്നിനും കൊള്ളില്ല, പക്ഷെ ഡിഗ്രിക്ക് ചേർന്ന SN കോളേജിലാണ്. ഹിന്ദി ക്ലാസ് പോയാൽ ഹിന്ദിയിൽ പ്രസംഗിക്കും. കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ധൈര്യത്തിൽ പറയും. ഭാഷ പഠിക്കാനൊക്കെ അങ്ങനെയാണ് ധൈര്യം. 5 ഭാഷ പഠിക്കണം നിങ്ങൾക്കിപ്പോ. ആ നാട്ടിൽ പോയാൽ ജീവിക്കാനുള്ള ഭാഷ ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ ആന്ധ്രാപ്രദേശിലാണ്, പഠിച്ചത് കർണാടകയിലാണ്. പണിക്കാരൊക്കെ തമിഴന്മാരായിരുന്നു ചെറുപ്പത്തിൽ, കൊണ്ട് തമിഴ് പഠിച്ചു. ഹിന്ദി ഇന്ത്യയുടെ എവിടെ പോയാലും അത് വേണം, വേണ്ടേ? ഇംഗ്ലീഷ് അറിയാലോ കുറച്ച്. ഈ 5 ഭാഷയും കൃത്യമായിട്ട് 3 വാക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ലോകത്ത് ജീവിക്കാം. അറിയോ? നിങ്ങൾ ഇന്നിപ്പോ സെമിനാറിനല്ലേ വന്നത്? ഇപ്പൊ വരുന്ന സമയത്ത് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാളോടൊന്ന് ചോദിക്കാം, നിങ്ങൾ എന്താ അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്? ഡോക്ടർ TPS സെമിനാർ ഹാൾ എന്ന് പറഞ്ഞാൽ ഉത്തരം പറയില്ല, വേർന്ന് ചോദിക്കണ്ടേ? അപ്പൊ ഒരു വാക്ക് അറിയേണ്ടത് എന്താണ്? വേർ. രാവിലെ ചായ കുടിക്കണമെന്ന് ചോദിക്കാം, അറിയാത്തൊരു സിറ്റിയിലെത്തി, തമിഴ്നാട്ടിലാണ്. ടീ വേർന്ന് ചോദിച്ചാൽ അവര് നോക്കും, എന്നാൽ വേർന്നുള്ളതിന് അവനെ അറിയണമെന്നില്ല. അപ്പൊ എന്താ തമിഴിൽ എങ്ങനെ ചോദിക്കാം? ടീ എങ്കെ, അവൻ പറയാ അങ്കെ അല്ലെങ്കിൽ ഇങ്കെ. കഴിഞ്ഞില്ലേ? ഇപ്പൊ ഏത് ഭാഷ പഠിക്കണമെങ്കിലും ഏത് വാക്ക് പഠിക്കണം? 3. ഏതൊക്കെയാ? ഇവിടെ, റിപ്പീറ്റ്, ഇവിടെ, അവിടെ, എവിടെ. കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ആകെ 3 വാക്ക് പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? ഇവിടെ, അവിടെ, എവിടെ. ഇപ്പൊ നിങ്ങൾ അവിടെ നിൽക്കുകയാണ്, നിങ്ങൾക്ക് അറിയാത്ത ഭാഷയിലാണ് പറഞ്ഞു, വെർ ഇസ് ദ ക്ലാസ്? ഇവിടെ. ആ ഇവിടെ എന്നുള്ള മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലായത് ഹിയർ എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ?
യെസ് ഓർ നോ? ഇല്ലേ? ഇവിടെ അല്ലാന്ന് വിചാരിക്കും, എന്ത് പറയണം? അവനെ പുറത്താക്കാൻ അതുപോലെ അവൻ പോയിക്കോളും, പിന്നെ അവൻ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ. എന്ത് പഠിക്കണം അപ്പൊ? ഹിയർ, ദേർ, വേർ, ഇധർ, ഉധർ, കിധർ, ഇങ്കെ, അങ്കെ, എങ്കെ, ഇല്ലി, അല്ലി, എല്ലി, ഇക്കടെ, അക്കടെ, എക്കടെ, ഇവിടെ, അവിടെ, എവിടെ. എന്ത് സുഖാന്ന് പഠിക്കാൻ, എന്ത് സുഖം. പക്ഷെ അത് ചോദിക്കാനുള്ള കഴിവാണ്. WWWWWF വേർ, വെൻ, വൈ, വാട്ട്, ഹൗ, ആ ചോദ്യങ്ങൾ ഉണ്ടാവും. ഞാൻ സംസാരിക്കില്ല, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ചാലേ പറയുള്ളൂ. കമാൺ. ഞാൻ പറഞ്ഞ അതേപോലെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ. ലുക്ക് അറ്റ് പ്രൈം ഇന്ത്യ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. അവർ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ചായ്വാല വരെയുണ്ട്. അതിന് മുമ്പുള്ള ഓരോ പ്രൈം മിനിസ്റ്ററുടെയും കീ വേർഡ്സ് വെച്ചിട്ടുണ്ട്. പ്രൈം ഇന്ത്യ, ഡോക്ടർ TPS. അതുപോലെ പ്രസിഡന്റ്സിന്റെ പേര് താഴത്ത് അവരുടെ കാലം വരും, പ്രൈം മിനിസ്റ്ററുടെ പടവും വരും. അങ്ങനെയുള്ള വീഡിയോ ഉണ്ടാക്കി. ഐ എം എ വീഡിയോ എഡിറ്റർ, സോ ഐ നോ ഹൗ ടു മേക്ക് മൂവീസ്. ഞാൻ ടീച്ചറല്ല, ഞാൻ സ്റ്റുഡന്റ്. ഐ എം എ ലേണർ. ഐ എം എൻ LND ഡിപ്പാർട്ട്മെന്റ്, ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നിങ്ങളുടെ വോളിയം അനുസരിച്ചിട്ടാണ് വ്യത്യസ്ത ഫോക്കൽ ലെങ്ത്. കാരണം എനിക്ക് എല്ലാം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഹൈറ്റിൽ വെച്ചാൽ ഇത്ര കിട്ടുകയാണെങ്കിൽ ഇതാണ് ഉപയോഗിക്കുക. എനിക്കറിയില്ല ഹോൾ എത്രയുണ്ട്, ഒന്നും അറിയില്ലല്ലോ. സോ ഐ കീപ് ഓൾ ദ എക്യുപ്മെന്റ് ആൻഡ് സീ വിച്ച് ഈസ് ഫിറ്റ് ഹിയർ. ഇനി ഇത് പോയിട്ട് എന്റെ പടയും കൂടെ എടുക്കുന്നുണ്ട്, ഇത് എടുക്കുന്നുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇന്ന് രാത്രി പ്രോസസ് ചെയ്തിട്ട് നാളെ ഇട്ടാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലാ ദിവസവും ഉണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടുന്ന ഒരാളാണ്. അത് ചെറിയ ബിറ്റ്സ് അല്ല, ഞാൻ ചെറിയ ബിറ്റ്സും ഉണ്ടാക്കും. റീല് ലക്നോയിൽ ഞാൻ പോയിട്ടുള്ളത് കാണുമെങ്കിൽ ലക്നോ ഡോക്ടർ TPS അടിക്കാം. യു വിൽ സി എ ബ്യൂട്ടിഫുൾ ഹിന്ദി സോങ് വിത്ത് ലക്നോ. രാമേശ്വരം ഡോക്ടർ TPS. കഴിഞ്ഞ ആഴ്ച പരിസരത്ത് ഞാൻ പണ്ട് അഹമ്മദാബാദിൽ താമസിച്ചത്, അന്ന് 4 ഫീറ്റ് ദോശ കഴിച്ചിരുന്നു. അപ്പൊ പോയ ഉടനെ നോക്കി 4 ഫീറ്റ് ദോശ എവിടെ കിട്ടാം. എന്നിട്ട് അതിനെ കുറിച്ച് നമ്മുടെ ഒരു മമ്മൂട്ടിയുടെയും ദിലീപിന്റെ ഒരു സിനിമ, ദോശ നല്ല ദോശ, ആ പാട്ട് വെച്ചിട്ട് ഐ മിക്സ് ദീസ് ആൻഡ് മേക്ക് റീൽസ്. ഞാൻ എല്ലാ സിനിമയും കാണും. എല്ലാ സിനിമയും റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണും. ഏതാ അത്? പണ്ട്. ഇപ്പോഴുള്ളതാരാ? അല്ലു അർജുൻ. പുഷ്പ 2 കണ്ടു. ടെൽ മീ ദ മൂവി ഐ വുഡ് ഹാവ് സീൻ ഇറ്റ്. ഉഞ്ചായി എന്ന് പറയുന്ന സിനിമ ആരതാ? അമിതാഭ് ബച്ചന്റെ. വളരെ തീരുമാനിച്ചു ഞാൻ അദ്ദേഹം പോയ അതേ റൂട്ടിൽ എവറസ്റ്റ് പോകുന്നു. എവറസ്റ്റ് പോയി. എവറസ്റ്റ് ഡോക്ടർ TPS. യു വിൽ സീ ദാറ്റ് മൂവി വിത്ത് എവറസ്റ്റ്. ബദരി ഡോക്ടർ TPS. കേദാർനാഥ് ഡോക്ടർ TPS. രാമേശ്വരം ഡോക്ടർ TPS. 6,000-6,000 അതും കേരളത്തിൽ 1.5 ലക്ഷമൊക്കെ കാണുന്ന ചില വീഡിയോസും ഉണ്ട്. 1.5 lakhs പീപ്പിൾ. ഇതൊക്കെ എളുപ്പമാണ്. ഞാൻ പറയുന്നത് ശരി. യു ഷുഡ് ഹാവ് സ്റ്റെപ്പ് ഫസ്റ്റ്. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ സ്റ്റെപ്പ് ഉണ്ടാവണം. ആ പാട്ട് വരുന്ന സമയത്ത് അത് മിക്സ് ചെയ്യണമെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. മോസ്റ്റ് എസെൻഷ്യൽ തിങ് ഇൻ ലൈഫ് ഈസ് പ്രസൻസ് ഓഫ് മൈൻഡ്. You want to be a space scientist, you must have presence of mind. You want to be a doctor, you should have presence of mind. Should be a pilot, presence of mind. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന അതൊക്കെയാണ്. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി. എന്തിനാണ് പ്രസി റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അത് പ്രസി ആക്കാൻ പറ്റില്ല, പ്രിസൈസ് ആക്കിയിട്ട് ചെറുതാക്കാൻ പറ്റില്ല. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്ര വലിയ ഫയൽ ഉണ്ടാവും. ആ ഫയലുകൾ കംപ്ലീറ്റ് പഠിച്ചിട്ട് 2 ലൈൻ എഴുതിയാലാണ് മിനിസ്റ്റർ എഗ്രി ഓർ ഡോണ്ട് എഗ്രി എന്ന് എഴുതും. ആ എഴുതണമെങ്കിൽ ഈ ഫയൽ ഫുൾ പഠിക്കണ്ടേ? അത് പഠിക്കാൻ 10 ദിവസം എടുക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വരുന്ന ടേബിളിൽ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ് തീർക്കണം. സോ യു മസ്റ്റ് ബി വെരി ഫാസ്റ്റ് ക്യാപ്ചറിങ് നോളജ്. അതിനേക്കാളും ഫാസ്റ്റാണ് മന്ത്രിമാര്. ആ കഴിവുള്ളതുകൊണ്ടാണ് അവരെ അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്. സോ യു ഷുഡ് ഹാവ് ദാറ്റ് നോളജ്. മനസ്സിലായോ? ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. പിന്നെ ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ടുമോറോസ് വേൾഡ് ഈസ് എ ഗ്രേറ്റ് എഞ്ചിനീയറിംഗ് വേൾഡ്. അത് എഞ്ചിനീയറിംഗ് അല്ല എന്നാണ്. ആ എഞ്ചിനീയറിംഗിന്റെ പേരാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് അറിയോ? ആർട്ടും ക്രാഫ്റ്റും ഒക്കെ മോശമാണെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടാവും. ഇന്നലെ ഞാൻ പോയ കൽക്കട്ടയിലെ പ്രോഗ്രാമിൽ കുറെ പ്രിൻസിപ്പൽമാരുടെ ക്ലാസ് ആയിരുന്നു. ഞാൻ ഐ എം എ ചാൻസലർ ഫോർ എ നാഷണൽ എഡ്യൂക്കേഷൻ ഫോറം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ചാൻസലറാണ് ഞാൻ. എന്റെ പ്രോഗ്രാമില് ടീച്ചേഴ്സിന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ പോഡിയത്തിന്റെ പിന്നിൽ ഇതേപോലുള്ള കവർ ചെയ്ത പോഡിയം, അതിന്റെ പിന്നിൽ ഇരുന്നിട്ട് ഈ ഡയറക്ടർ പറയാണ് 3, 2. അപ്പൊ എപ്പോഴാണോ വിഷറി പൊക്കേണ്ടത് അത് പ്രോംപ്റ്റ് ആണ്.
നാടകം അഭിനയിക്കുമ്പോൾ ഡയലോഗ് ഫുൾ പറഞ്ഞു കൊടുക്കില്ല, പ്രോംപ്റ്റ് ആണ് കൊടുക്കുക, അല്ലെ? വിദ്യാഭ്യാസം, അറിവ് എന്ന് പറയുന്നത് കുറേ ഡാറ്റ ഉണ്ട് ഈ ലോകത്ത്. അത് പ്രോംപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ചോദിക്കാനുള്ള കഴിവ്, അവരെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, അത് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പാട്ട് എന്നൊക്കെ പറയുന്നത് പ്രോംപ്റ്റ് ആണ്, പ്രോംപ്റ്റിംഗ് ആണ്. ആദ്യത്തെ വാക്ക് കണ്ട ബാക്കി പറയാൻ പറ്റുള്ളൂ, അത് നമ്മുടെ പ്രോംപ്റ്റിംഗ് ആണ്. അങ്ങനെ പഠിക്കുമ്പോൾ ആ എഞ്ചിനീയറിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. എന്താണ്, കേട്ടില്ലേ ഇതൊന്നും? നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ സർട്ടിഫിക്കേഷൻ ചെയ്യാം. ലോകത്തിൽ മൂക്ക്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, മൂക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇന്ന് ജോയിൻ ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു കാശും കൊടുക്കണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ എന്റെ കുട്ടികളൊക്കെ ഉണ്ട്, 100 സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. ഒരു കൊല്ലത്തിൽ 100 സർട്ടിഫിക്കറ്റ്സ്. എന്താ ഗുണം? ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ MIT, ഏറ്റവും കൂടുതൽ ഫീസുള്ള യൂണിവേഴ്സിറ്റിയാണ്, 2 years മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഈസ് 3 crores. എന്റെ കുട്ടികളുണ്ട് ഫ്രീ ആയിട്ട് പഠിച്ചത്. എന്താ കാരണം? ഇത്രയും പഠിച്ചിട്ടുണ്ട് ഞാൻ, ഐ എം ഇൻട്രസ്റ്റഡ്, ഐ എം എ ലേണർ. അവർ പൊക്കിക്കൊണ്ടു. കാരണം നാളെ അവരുടെ പ്രസ്റ്റീജ് ആണ് നിങ്ങൾ. മനസ്സിലായോ? എന്റെ മകൻ ഒരാൾ കിങ്സ് കോളേജിൽ, മറ്റാള് ഇംപീരിയൽ കോളേജിലാണ്. എന്താ ഈ കോളേജുകളുടെ പ്രത്യേകത? മാഡം ക്യൂറി, മേരി ക്യൂറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവരെവിടെ പഠിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇൻട്രസ്റ്റ് വേണ്ടത്. അമിതാഭ് ബച്ചൻ എവിടെ പഠിച്ചു എന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് ഫിലിമിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. നമ്മൾ എന്തിനാ ചരിത്രം പഠിക്കണത്? അവർ പഠിക്കുമ്പോൾ അവരെവിടെ പഠിച്ചു, അടുത്ത ആഗ്രഹം എനിക്ക് അവിടെ പോയി പഠിക്കണം. അപ്പൊ എന്റെ മകൻ തീരുമാനിച്ചു, മേരി ക്യൂറി, മാഡം ക്യൂറി പഠിച്ചിട്ടുള്ള സ്ഥലത്തേ ഞാൻ പോകുള്ളൂ. ഈസ് എ കെമിസ്റ്റ്, ഈസ് എ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ഇൻ അമേരിക്ക ടുഡേ. അവര് പോയ വഴിയിലൂടെ പോയാൽ കുറച്ചെങ്കിലും പോയി നമുക്ക് കിട്ടുമല്ലോ, ഇല്ലേ? ദാറ്റ്സ് ഹൗ യു ബിക്കം ദാറ്റ്. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോകണം, അവിടെയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും. എത്തിയോ ഇല്ലോന്നുള്ള വേറെ കാര്യം. അതുകൊണ്ട് എനിക്ക് ഫിലിമിൽ ഇൻട്രസ്റ്റ്, മോഹൻലാൽ അല്ല, അതെനിക്കറിയില്ല. എനിക്ക് ഫിസിക്സ് ആണ് ഇൻട്രസ്റ്റ്. ആരാ ഏറ്റവും നല്ല ഫിസിക്സ് മാൻ ഇൻ കേരള ഓർ ഇന്ത്യ ടുഡേ? അതെനിക്കറിയില്ല. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഡിസ്ക്രൈബിങ് അബൌട്ട് 1000 ഗ്രേറ്റ് പീപ്പിൾ ഓഫ് ഇന്ത്യ. അതിൽ ഫിസിക്സുകാരെ പറഞ്ഞിട്ടുണ്ട്, കെമിസ്ട്രിക്കാരെ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ്സുകാരെ പറഞ്ഞിട്ടുണ്ട്, ബാങ്കിങ്ങുകാരെ പറഞ്ഞിട്ടുണ്ട്, ഫിലിം ആക്ടേഴ്സിന് ഇബ്രാഹിം നസീറിന് അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? അതെങ്കിലും പഠിക്കും, അവരുടെ ജീവിതം പഠിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ദാറ്റ്സ് കോൾഡ് മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. ബുക്കിന്റെ പേര് എന്താണ്? മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. ഇപ്പൊ ചിന്തിക്കുക, നല്ലപോലെ ചിന്തിക്കുക. ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. യു വിൽ എൻഡ് അപ്പ് ഇൻ ബിഗ് ഡിസാസ്റ്റർ ലൈഫ്. അണ്ടർസ്റ്റുഡ്? അങ്ങനെ പോരാ. മേക്ക് എ ഡിഫറൻസ്. അത് തുടങ്ങേണ്ടത് ഇന്ന്. ചോദ്യം ചോദിക്കാം.